യോഹന്നാന്റെ സുവിശേഷം 4 സുവിശേഷ പുസ്തകങ്ങളാ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മറ്റു 3-ൽ നിന്നും വ്യത്യസ്തമായ യോഹന്നാന്റെ സുവിശേഷം. നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. മത്തായി അവിടുന്ന് രാജാവാണെന്ന് തെളിയിച്ചു. അതുകൊണ്ടാണല്ലോ 2-ാം അധ്യായത്തിൽ വിദ്വാൻമാർ ചെന്ന് ചോദിച്ച് എടുത്തു പറഞ്ഞത്. മറ്റു 3 പേരും വിദ്വാൻമാർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ല. മത്തായി എടുത്തു പറയാൻ കാര്യം, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെ? അവിടുന്ന് രാജാവാണെന്ന് തെളിയിക്കുക. അതാ മത്തായിയുടെ ഉന്നം. മർക്കോസ് ദാസരൂപമെടുത്ത ക്രിസ്തു യേശുവിനെ തെളിച്ചു കാണിക്കുക. ദാസരൂപമെടുത്ത യേശു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിൽ അവിടുന്ന് ദാസരൂപമെടുത്ത് ജീവിച്ച് നല്ലൊരു ദാസനെ പോലെ ജീവിച്ച് മാതൃക കാട്ടി. ഇതായിരിക്കണം നമ്മുടെ മാതൃക. മറ്റുള്ളവരെ സഹായിപ്പാൻ, അവർക്ക് വേണ്ട ഒത്താശ ചെയ്യുവാൻ ഒരു മനസ്സും സമർപ്പണവും ഒക്കെ നമുക്ക് വേണം. സ്തോത്രം. നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല, നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ അവർക്ക് ചെയ്യണം. അതാ യേശുവിന്റെ മാതൃക. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ദൈവത്തിന് മഹത്വം. സഭയിൽ ഒരു പ്രധാന കാശുള്ള അച്ചായനെ എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. സ്ഥലം മറന്നിട്ടല്ല, പേര് മറന്നിട്ടല്ല, പൊതുവിൽ പേര് പറയുമ്പോൾ മോശമല്ല, അതുകൊണ്ടാണ്. യോഗത്തിന് ഇരിക്കുക കാശുള്ള അച്ചായന, തൊട്ടപ്പുറ സഭയിലെ പാസ്റ്റർ ഇച്ചിരി പിടിപ്പുള്ള പാസ്റ്റർ തന്നെ, വലിയ സഭയാണ്. അപ്പൊ അച്ചായനെ ഇത് ഈ ബട്ടൺ ഇട്ടിട്ടൊന്നും ശരിയാകുന്നില്ല. ആരാധനിക്കുന്നത് ഇട്ടിട്ട് ഈ കൈയുടെ കപ്പിന്റെ ഇവിടുത്തെ ഇട്ടിട്ടൊന്നും ശരിയാകുന്നില്ല. പുള്ളി കാശുള്ള ആളാ. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ചു. അപ്പൊ പാസ്റ്റർ പെട്ടെന്ന് ഇട്ട് കൊടുത്തു. ഇട്ടതിൽ തെറ്റൊന്നുമില്ല, എന്നാലും ഉദ്ദേശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണേ പുള്ളിക്ക് ഇങ്ങനെ കാണിക്കായിരുന്നു. പോട്ടെ, എവിടാന്നൊന്നും ചോദിക്കരുത്. നമുക്ക് ചെയ്യണമെന്ന് നാം ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അവർക്ക് ചെയ്യണം. അതാ ദാസരൂപമെടുത്ത ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ലൂക്കോസ് യേശു ക്രിസ്തുവിനെ സമ്പൂർണ്ണ മനുഷ്യനായിട്ട് വരച്ചു കാട്ടിരിക്കുക. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലല്ല മനുഷ്യപുത്രൻ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. മത്തായി യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് തെളിയിക്കുക. ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായിട്ട് തെളിയിക്കുന്നത് കൊണ്ടാ ലൂക്കോസ് ഈ വംശാവലി പറഞ്ഞപ്പോൾ ആദാമിൽ കൊണ്ട് നിർത്തിയത്. എന്നിട്ട് പറഞ്ഞു, ആദാം ദൈവത്തിന്റെ മകൻ. മനുഷ്യപുത്രൻ എന്ന് തെളിയിക്കുമ്പോൾ 1-ാം മനുഷ്യനെ പരാമർശിക്കണം. അതുകൊണ്ട് 1-ാം മനുഷ്യനായ ആദാമിനെ പറ്റി ലൂക്കോസ് പരാമർശിച്ചു. അതെ, ഇതിനെല്ലാം വ്യത്യസ്തമായ യോഹന്നാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏകദൈവം. യേശുക്രിസ്തു സത്യദൈവം, നിത്യദൈവം, ഏകദൈവം, സാക്ഷാ ദൈവം, ജീവനുള്ള ദൈവം യേശുക്രിസ്തു. ഞാനിപ്പോഴും പറയും, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്നൊരു പുത്തൻ ദൈവം അല്ല. അങ്ങനെയൊക്കെ പുതിയ ദൈവങ്ങളുണ്ട്. പുരുഷനെ സ്ത്രീയൊക്കെ അങ്ങ് ദൈവമാക്കുക. ഇച്ചിരി ശക്തിയോ എന്തേലും അടുത്ത് ഇവിടെയൊക്കെ ഉണ്ട്. പെണ്ണമ്മ ദൈവം, തങ്കമ്മ ദൈവം, ബാക്കി നിങ്ങളങ്ങ് പൂരിപ്പിച്ചാൽ മതി. പെണ്ണുങ്ങൾക്ക് ആകെ ആശും ഇല്ലയോ ഭാഷ? ഒരു കാര്യം പറഞ്ഞ, ദൈവം ഒരുവനേ ഉള്ളൂ. ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം. ഈ സകല കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം. പഞ്ചഭൂത നിർമ്മാതാവായി, വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി, വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി, വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി, വഞ്ചനയില്ലാത്തവനായി, കിഞ്ചു നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചു നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ.
ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പോൾ ഏക സത്യ നിത്യ ദൈവമായ ക്രിസ്തു, അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. അത് അധികം വിവരിക്കുന്നില്ല. ഓരോ അധ്യായത്തിലും അവിടുത്തെ മഹിമയും ദൈവത്വം തെളിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം 21 അധ്യായങ്ങളിലെ 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്, 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, 3-ാം അധ്യായത്തിൽ നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സകല ദീനങ്ങളും വ്യാധികളും പോക്കുവാൻ കഴിവുള്ള ദൈവം, 6-ാം അധ്യായത്തിലേക്ക് ജീവന്റെ അപ്പമാകുന്ന സർവശക്തനായ ദൈവം, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ആത്മ നിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം, 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ വെളിച്ചമായ സർവശക്തനായ ദൈവം, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം, 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത നല്ല ഇടയനായ ദൈവം, 11, 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അങ്ങനെ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അവിടുത്തെ മഹത്വം തെളിയിക്കുക. ഇതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും മഹിമയുള്ള മഹത്വമുള്ള വേറൊരുവൻ വന്നിട്ടില്ല, വരത്തുമില്ല. എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും ഉന്നതൻ, എല്ലാവരാലും ആദരിക്കപ്പെട്ടവൻ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, എല്ലാത്തിനേക്കാളും വലിയവൻ, സർവശക്തനായ ദൈവം. ഒരുമിൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീ. ഒരുമിൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീ. ബലവും ബഹുമാനം ആകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000ങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ലേഖനത്തിൽ മൽക്കീസദേക്കിന്റെ കാര്യം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പൗലോസ് കൊടുത്തൊരു പദമുണ്ട്, ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. അതിനാ കാണാൻ കൊള്ളാവുന്ന ആളല്ല, അതിനെ രാത്രി കാണുമ്പോ 5-ാം മണി വരുന്ന ആളൊന്നുമല്ല. ഞാൻ രാത്രി യേശുവിനെ കണ്ട് പനിച്ചു പോയി. ആ പരുവത്തിനൊന്നുമല്ല യേശു ഇരിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ ഇതിപ്പോ കണ്ട രാത്രി ലൈറ്റ് ഇല്ലാതെ കാണുന്നെങ്കിൽ അന്നേരം 5-ാം മണി വരും. ഇപ്പൊ തന്നെ എല്ലാവരും പനിച്ചിരിക്കുക. യേശുവിനെ കണ്ടാലും പനിച്ചിട്ടില്ല. യേശു എന്നപ്പോ പനി മാറുക ചെയ്തത്. മനസ്സിലായോ? അള്ള പനി പിടിച്ച് ഊറ കുത്തി കിടക്കുകയായിരുന്നു. യേശു എന്ന കൈക്ക് തൊട്ട് ചാടിത്തള്ള എഴുന്നേറ്റ് എന്നാൽ കാപ്പിയിട്ടെന്നാണെന്ന് എഴുതിയിട്ടില്ല, ചൂടിച്ചെന്ന. ഇപ്പൊ സൗഖ്യം കിട്ടിയാൽ എഴുന്നേക്കല്ല, പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരെല്ലാം ഇട്ട് കൊടുക്കണ്ടായോ? അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാ, യേശുവിനെ കണ്ടാലും പനിച്ചിട്ടില്ല. യേശു എന്നപ്പോ പനി വിട്ടുമാറുക ചെയ്തത്. ദൈവത്തിന് മഹത്വം. യേശുവിനെ കണ്ടാലും പേടിച്ചിട്ടില്ല. യേശു ചെന്നപ്പോൾ ഭയം മാറുക ചെയ്തത്. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ഭയവിഹ്വലരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്റെ ഭയം മാറ്റുവാൻ കഴിവുള്ളവനാ യേശു. രോഗത്തെ പൂർണ്ണമായി മാറ്റുവാൻ കഴിവുള്ളവനാ യേശു. നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാ യേശു. നിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പും പരിഹാരവും വരുത്തുവാൻ കഴിവുള്ളവനാ യേശു. ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് ബന്ധച്ച് കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള ഭാരമുള്ളവനായി 7 നക്ഷത്രം മലകിൽ പിടിച്ച് 7 പെൺനിലവിടക്കണ നടുവിൽ നിലയങ്ങ് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നടുവിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ എനിക്ക് വിശുദ്ധ മന്ദിരം പണിയണം. ഇന്ന് രാത്രികൾ നസറായ നടുവിൽ കൂടെ നടകൊണ്ടോണ്ടിരിക്കുക, ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.
യേശു ക്രിസ്തു നിത്യദൈവമാ, സത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ എടുത്തോ മാമേ. തീത്തോസ് 2:11 മുതൽ താഴോട്ട് പഠിപ്പിക്കുമ്പോൾ ആമേൻ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ഇവിടെ 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 വായിച്ച് 2:11 ഈ തള്ളവരിലിരിക്കുന്നതിന്റെ ഭാഗത്തില്ലയോ? ഇതേത് പുസ്തക വായില് 11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ മതി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാമോ? മഹാദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും അവിടുത്തെ ഭജിക്കുവാനും സ്നേഹിപ്പാനും ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ദേവകൾ വണങ്ങിടും ദീനദയാലുമേ, ദേവകൾ വണങ്ങിടും ദീനദയാലുമേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിജം യേശുമകേ, ഭജിക്കുക നീ നിജം യേശുമകേ. ഭജിക്കുക നീ നിത്യം യേശുമകേശനെ, ഭജിക്കുക നീ നിത്യം യേശുമകേശനെ, യേശുമകേശനെ, നാഗമിൽ വാസനെ, യേശുമകേശനെ, നാഗമിൽ വാസനെ, ഭജിക്കുക നീ നിത്യം യേശുമകേശനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുവിനെ ഭജിപ്പാനും ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ചിലരുടെ ഇരിപ്പ് കണ്ട അങ്ങനൊന്നും തോന്നത്തുമില്ല. ഇതുപോലൊരു ചാതിവ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മുടെ മാണിച്ചനോട് ഇരിപ്പുണ്ട്. ഒരു കാര്യം ഭജിക്കുവാനും ആരാധിക്കുവാനും കൊത്ത കാര്യമാണ്. ഇവിടുത്തെ പറഞ്ഞ് കാകാശിന് വെളിവുമ്പില്ലെന്ന് പറഞ്ഞു. സത്യമാണ്. എന്നാലും വെളിവ് കെട്ട എന്നെ ദൈവം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നില്ലോ. ബോധമില്ലാത്തവനെന്ന് നാളൊരാൾ പറഞ്ഞു, അച്ചായനെ വിളിക്കുന്നത് പ്രസംഗമൊന്നും കേൾക്കാൻ. ഞാൻ ചോദിച്ചു, പിന്നെ പാട്ടും അല്ലെന്നുള്ളേ? ഓ, അതിനൊന്നും അല്ല, അതിനൊന്നും അല്ല. അവൻ എന്നോട് പറഞ്ഞ ചേനെ വിളിക്കുന്ന പ്രസംഗിക്കാനൊന്നുമല്ല. ഞാൻ ചോദിച്ചു, പിന്നെ അവൻ പറഞ്ഞതുപോലെ വളിപ്പ് പറയുമെന്ന്, അത് കേൾക്കാനാണ്. തന്നെയല്ല, അച്ചായം കൂടുന്നന്ന് ആള് കൂടും. അപ്പൊ സ്വോത്ര കാഴ്ച ഇത് രണ്ടും എന്നോട് പറഞ്ഞ കാര്യമാണ്. ആട്ടെ, എന്നെ കൊണ്ട് അങ്ങനെയും ഒരു ഗുണം, അങ്ങനെയും ഒരു ഗുണം വരുന്നെങ്കിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നാൽ ഞാൻ ചിലപ്പം ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കും.
അനേക പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററുടെ പ്രസംഗം കേട്ടാ ഉറങ്ങുന്നേ. ആട്ടെ, ഉറക്കാനെങ്കിലും എൻ്റെ പ്രസംഗം ഉറങ്ങുന്നില്ലേ? അവിടൊക്കെ ആണെ പാടിയാ ഉറങ്ങുന്നേ. എവിടാ? അതെ, സ്തോത്രം. അങ്ങനെയൊക്കെ ഉതകുന്നല്ലോ. ഈ വിവരമില്ലാഞ്ഞ ദോഷിയും പോഷനുമാകുന്ന എന്നെ ദൈവം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ കർത്താവിൻ്റെ ദാസൻ മാണിച്ചുകൊണ്ട് എനിക്കിതാ സന്തോഷം, ഇതാ സന്തോഷം. ദൈവത്തിന് മഹത്വം. ഈ കർത്താവിനെ അറിയുവാൻ, ആരാധിപ്പാൻ, അവിടുത്തെ ഭജിപ്പാൻ ഇടയായതല്ല ഏറ്റവും വലിയ ഭാഗ്യം. അത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. അടുത്ത കാലത്ത് മുളച്ച് കളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് നിത്യനായ ദൈവമാണ്. അതിലെ 90-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, വായിച്ച മാമേ 90-ന്റെ 1ഉം 2ഉം ഷാർവിയുടെ ഉണ്ടായിരുന്ന താമസമാണോ? ഇപ്പം വന്നാണോ? താഴെ ഉണ്ടായിരുന്നു. ഇനി അവിടെ നീ പോകരുത്. അമ്മ ആയിരുന്നു 90. അമ്മ അത് ശ്രദ്ധിക്കണ്ട. 90-ാം സങ്കീർത്തനം 1-ാം വാക്യം പേടിക്കാനങ്ങ് വായിച്ചു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പിന്നെ പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കാണുന്ന സകല ജരാചരങ്ങളെയും, ഈ അണ്ടകടാകത്തെയും, ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും, പർവ്വതങ്ങളെയും കുന്നുകളെയും മലകളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. എന്റെ ഭാഷ പറഞ്ഞ കുന്നും മല ഉണ്ടായി കഴിഞ്ഞപ്പോ ഉണ്ടായ ദൈവം അല്ല. മനസ്സിലായോ? കാണുന്ന കുന്നും മലയും, മലയാറ്റൂർ മല ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല. പരിമല ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല യേശു. ആനമല ഉണ്ടായതിനു ശേഷം ഉണ്ടായ ദൈവമല്ല യേശു. ബാക്കി ചുമ്മാ ഇരിക്കല്ലേ, ഡാഷ് 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 നിങ്ങൾ പൂരിപ്പിക്കും. പാവലയുണ്ട്, പാവമല. അവലയൊക്കെ പിന്നല്ലേ. സകല മലകൾ ഉണ്ടാകുന്നതിന് മുമ്പ്. അങ്ങനെ എഴുതി പറഞ്ഞേ, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം. ഈ ദൈവത്തെ ഭജിപ്പാൻ ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാദവൻ, മോസസും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. എലോകി അധോനായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശ്വരാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാചകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂജിതം പോലെ അല്ലായിൽ അതീശനെ മാനുചരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ്ക മൂലം ഇപ്പോഴും തപ്പി നടക്കുക. ആരാടാ ഇത് ഉണ്ടാക്കിയെന്ന്? എവിടാടാ ഇതിന്റെ? നീ തപ്പി നടക്കുമെന്ന് പുസ്തകം വായിച്ചാൽ മതി. വിവരമില്ലാത്ത എനിക്ക് മനസ്സിലായല്ലോ.
പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാ മകത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായ പുനിയാത്മാനം. ഞാനിങ്ങനെ ചൊല്ലുന്നത് എനിക്ക് ഇഷ്ടമാ, ചിലർക്ക് ഇഷ്ടമാ. ചെല്ല് പറയും ബന്ധനമാ, പൈശാചിക ശക്തികളാന്ന് പറയും. ബോധമില്ലാത്ത കുറെ പെണ്ണുങ്ങളുമുണ്ട്. നാളൊരു തള്ളയിരുന്ന് ഫലസിക്കുന്ന കണ്ട് ബന്ധമ്മ എന്നെ നോക്കിയാ അള്ളക്ക് പാട്ട ഞാൻ എടുക്കാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മടി വെച്ച് എഴുതിയതൊന്നുമല്ല. ഇത് വേദവികാരത്തിന്റെ ഒരു ശീല ചൊല്ലിയെന്നേ ഉള്ളൂ. ഭക്തനായ മഹാകവി സൈമൺ സാർ എഴുതിയതാണ്. ഇപ്പൊ അതും പറയാൻ പറ്റില്ല. പറയാൻ യേശുവിനെ പറ്റി പറഞ്ഞില്ല സൈമൺ സാർ. ഒന്നും വേണ്ടാൻ പറ്റില്ല. ഈ മുടിഞ്ഞവനെല്ലാം കാരണം ഒന്നും ആണെന്ന്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല. അതിനെ നോക്കാൻ പറഞ്ഞു. എനിക്ക് വിഷയമല്ല. പണ്ട് ടി വി തോമസിന്റെ അമ്മ പറഞ്ഞാല് മലവെള്ളം വന്നപ്പോ പമ്പയാർ നീന്തി കയറി എനിക്ക് ആ കൈത്തോട്. മലവെള്ളം വന്നപ്പോ പമ്പയാർ കവിഞ്ഞു കഴിയുമ്പം തുണിയെടുത്ത് കുത്തിവെച്ച് തള്ള നീന്തി കയറി. അന്നേരം പറയാം അമ്മച്ചി കൈത്തോടുണ്ടെന്ന്. ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. പക്ഷെ ഇതാ കാര്യം. അടുത്ത കാലത്ത് വന്ന ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, ഏക ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. അപ്പൊ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിങ്ങൾക്കറിയാം. 1-ാം അധ്യായത്തിൽ കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യവൃന്ദങ്ങളോട് പറയാതെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2:29, 1:35 വായിച്ചാൽ മാമേ. സൂപ്പാസ് എടുത്തെങ്കിൽ ആരും എടുത്ത് ചടികടാന്ന് വായിച്ചു. 1:29, 1:35 അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചു. യേശു തന്റെ അടുക്കൽ വരുന്നത്, യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അടുക്ക വരിക യേശു. അതാ യേശുവിന്റെ വിശേഷത. ഒന്നുകൂടെ വായിച്ച വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത്, യേശു നിന്റെ അടുക്ക വരും കേട്ടോ. യേശുവിനെ കാണാൻ നീ കെട്ടും കെട്ടി അങ്ങോട്ടും പോകണ്ട. യേശു നിന്റെ അടുക്ക വരുന്നവനാ. അവനാ ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവമാണ്. അങ്ങോട്ട് വരുമെന്ന് കാണാനൊന്നും പോകണ്ട, കയ്യിലൊന്നും വേണ്ടെന്നാനും. മാത്രമല്ല നിന്നെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ, അവിടുന്ന് അതിശയത്തിന്റെ ദൈവമാ. രോഗക്കിടകളെ മാറ്റിപിടിക്കുന്നവനാ കർത്താവ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പിണരുകളാ സൗഖ്യം വന്നു പിരിക്കുക. അവൻ യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വരുന്ന നസറയനാകുന്ന യേശു ജീവനുള്ള ദൈവം. യേശു അടുത്ത് ചെന്ന അടുത്ത് അപ്പൊ അടുക്കിലേക്ക് വരുന്ന യേശു. 35 വായിച്ചേ. 35. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ യേശു. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം കേട്ടോ. യേശു കടന്നു പോകുന്നതിന് മുന്നേ യേശുവിനെ ഏറ്റെടുത്തോണേ. പാടാൻ വയ്യ, എന്നാലും ഒരു വരി. ഇവിടെ CSI ഒക്കെ പാമ്പാടിലൊക്കെ ഉള്ളതല്ലയോ? CSI വന്നവരാരിലും ഉണ്ടോ? ഉണ്ടേലും കൈ പൊക്കുകയല്ല. ആരും ഇല്ലയോ നേരത്തെ? അയ്യോ, മാർത്തോമായി വന്നവർ വല്ലവരും ഉണ്ടോ? നന്നായിട്ട് കൈ പോക്കാം. അങ്ങനെ അങ്ങ് തളർന്ന് കിടക്കുകയാണ്. കൈ അങ്ങോട്ട് പൊക്കിക്ക് കാണട്ടെ. ഒരു പഴയ പാട്ടുണ്ട്, എനിക്ക് പാടാൻ അത്ര ഇല്ല, അറിയാമല്ലോ. ആ പാട്ടിനെ പോലെ കടന്ന് നീ പ്രിയ യേശുവേ മറ്റുള്ളോരെ ദർശിക്കും
കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് നോക്കിക്കൊണ്ട് പറയാ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടാ. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും കുരളിറക്കപ്പെട്ട കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ ഈ പുസ്തകത്തിൽ പലയിടത്തുമുണ്ട്. അതെല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇവിടെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. പഴയ നിയമവും പുതിയ നിയമവും പ്രതിരൂപ സ്വരൂപങ്ങളാ, നിഴലും പൊരുളുമാ. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ പല സംഭവങ്ങൾ നിഴലാ, അതിന്റെ പൊരുളാ പുതിയ നിയമം. ഇവിടെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട് യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്. അത് ഇസഹാക്കിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാ. അബ്രഹാമും ഇസഹാക്കും ദൈവം പറഞ്ഞ സ്ഥലത്ത് യാഗം കഴിപ്പാൻ പോകുന്ന പോക്കിന് ചെറുക്കൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ആ കത്തിയും തീയും ഒക്കെ ഉണ്ട്, യാഗത്തിനുള്ള വിറകൊക്കെ ഉണ്ട്, ഉണ്ടായിരിക്കടാന്നല്ല പറഞ്ഞേ, ഇതുവെന്ന് പറഞ്ഞു. മൂത്തവരോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ നിന്നോടാര്, അങ്ങനൊന്നും അല്ല പറഞ്ഞു. ന്യായമായ ചോദ്യം തന്നെ മറുപടി പറയണം. സ്തോത്രം. അബ്രഹാം വിശ്വാസത്തിന്റെ വാക്കാ പറഞ്ഞത്. യഹോവ വിശ്വാസത്തിന്റെ വാക്ക്, യഹോവ കരുതും. നമ്മളും വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നതാ. വിശ്വാസത്താൽ അങ്ങ് പറയണം, വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്നാ. ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, വിവരമില്ലെങ്കിലും. തെറ്റിയോ? വിശ്വാസ പ്രഖ്യാപനമാണ്. ആ വിശ്വാസ പ്രഖ്യാപനമാണ് അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞത്. അങ്ങനെ തന്നെ ബാല്യക്കാരോട്, നിങ്ങൾ ഈ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കുക. ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിച്ചിഞ്ഞു വരും. നിങ്ങൾ ചെറുക്കന് പെട്ടിയൊന്നും ഉണ്ടാക്കണ്ട, നരണൻ രാജനെയും വിളിക്കണ്ട. സ്തോത്രം. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോയി ചിഞ്ഞു വരും. എന്തിനേറെ അപ്പനും മകനും മോറിയാമലയിൽ ചെന്ന് ചെറുക്കൻ യാഗപീഠം അടുക്കി ചെറുക്കനെ കിടത്തി കണ്ടിക്കാൻ കത്തി എടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു, അവറാച്ച കൊച്ചന്റെ മേൽ കൈവെക്കരുത്. കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായ അവറാച്ചൻ കണ്ടിക്കും. ഇന്നലത്തെ അവറാച്ചൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാണിക്കത്തൊന്നുമില്ല. കത്തി എടുത്തപ്പോഴേ കർത്താവിന് പിടികിട്ടി കണ്ടിക്കും. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ യാഗം കഴിച്ചു. വിവരിക്കുന്നില്ല. ഇത് ഇസഹാക്കിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വീട് ഒന്നിനൊരു ആട്ടിൻകുട്ടി. ഈ മാസം ആബീബ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ള ഒരു ഊനമില്ലാത്തത് വാണമായിരിക്കണം. അതിന് 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം കട്ടിളക്കാർ 2 കുറുമ്പടിമേലും പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീരിയോട് കൂടെ ഭക്ഷിക്കണം. അന്ന് രാത്രി ആരും പുറത്തിറങ്ങരുത്. കർക്കശ പ്രമാണം അതിലെ അക്ഷരം പ്രതി അനുസരിച്ചു. വീട് ഒന്നിന് ഒരാട്ടുകുട്ടി. ഏതാണ്ട് കണക്ക് പറയുന്നത് 6,33,351 ആട്ടുകൊറ്റനെ അറുത്തെന്ന കുടുംബത്തിന്റെ കണക്ക് വെച്ചാ. എന്തായാലും വീട് ഒന്നിന് ആട്ടുകുട്ടി. ഈ ആട്ടുകുട്ടിയുടെ പ്രത്യേകത ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. വീടൊന്നിന് ആട്ടുകുട്ടി. ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. ഉൽപ്പത്തി 22 പുറപ്പാട് 12 കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അസസ്സേലിന് ചീട്ട് വീടുന്ന ആടിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. 2 ആടിനെ കൊണ്ടുവരണം. ഒന്നിനെ മരുഭൂമിയിലോട്ട് വിടുക. അതിനു മുമ്പ് അതിന്റെ തലയില് പുരോഹിതൻ കൈവച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും ഈ ആടിന്റെ തലയിലോട്ട് വെച്ച് ചുമത്തി നിയമിക്കപ്പെട്ട പുരുഷന്റെ കൈ വശം അതിനെ കൊടുത്ത് മരുഭൂമിയിലേക്ക് വിടുകയാ. കുഞ്ഞാടിനെ അവിടെ അറക്കുന്നുമുണ്ട്. ഈ ആട് ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാടാ. 12 ഗോത്രം യഹൂദ ജനത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി യാഗമായ കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി യാഗമായ കുഞ്ഞാട്. ലേവ്യ 16 ഒരു വിഭാഗത്തിന് വേണ്ടി 12 ഗോത്ര
ങ്ങൾക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴു ലോകത്തിന്റെയും പാപപരിഹാരം വരുത്തുവാൻ അറക്കപ്പെട്ട കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട് ഇന്ന് രാത്രി പാപം പരിഹരിക്കുവാൻ അവൻ സ്തോത്രം കഴിവുള്ളവൻ യേശു ക്രിസ്തുവാ. ദൈവത്തിന്റെ മകത്ത് എത്ര കടിച്ചുമപ്പായിരുന്നാലും എത്ര രക്താംബരം പോലെ ഇരുന്നാലും അത് പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ തിരുരക്തം. പാപമില്ലാത്ത രക്തം, ശാപമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ആമേൻ സ്തോത്രം, ജയം തരുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കർത്താവിനോട് പറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എന്റെ പാപങ്ങൾ മോചിക്കണം, യേശുവേ ഇന്ന് രാത്രി എന്നെ കഴുകി വെടിപ്പാക്കണം, യേശുവേ ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിലേക്ക് വരണം. ആരും പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. അകത്തം പോലെ ഇന്നിവിടെ അകത്തനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടെ പറയുവീ. വാട്ടത്തം പോലെ ഇന്നിവിടെ അകതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടെ പറയുവീ. പാപം പോകിടും, നിരോഗം നീക്കിടും. പാപം പോകിടും, നിരോഗം നീക്കിടും. അവൻ ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. അമ്മേ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. മഹത്വരജനായി വിലയ്ക്കും അവരെഴുന്നള്ളിയിടട്ടെ. അമ്മേ രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ഓ മഹത്വരജനായി വിലയ്ക്കും അവരെഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടിനെ 1-ാം അധ്യായത്തിൽ വരച്ചു കാട്ടിയിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ സാധാരണ പറയാറുണ്ട്, ഇത് ഓരോരുത്തരെയും കാണുന്ന അധ്യായമാണ്, കണ്ടെത്തുന്ന അധ്യായമാണ്. യേശുവിനെ കണ്ടവരുണ്ട്, യേശു കണ്ടവരുണ്ട്, ഒന്നിച്ച് യേശുവിനെ കണ്ടവരുണ്ട്. സ്തോത്രം. അത് കണ്ടെന്ന് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനായിട്ട് 29 പ്രാവശ്യം ഉണ്ട് ഒരു അധ്യായത്തിൽ. കണ്ടു യേശുവിനെ കണ്ടു, യേശു കണ്ടു, യേശുവിനെ കാണാൻ പോയി. ഒരുത്തനെ സാക്ഷാൽ ഇസ്രായേലിൽ ഇവന് എന്നെ എവിടെ വെച്ചാ കണ്ടേ? നീ അത്തിയുടെ കീഴിരിക്കുമ്പോ കണ്ടതാ. കീഴിയിരുന്നാലും കാണും, മേളിയിരുന്നാലും കാണും. ഒരുത്തൻ അത്തിയുടെ മേളിൽ കയറിയിരുന്നു. സൂക്ഷം അവിടെ വന്നപ്പോ യേശു മേളിലോട്ട് നോക്കി പറഞ്ഞു, ഉരുണ്ട് വീഴാതെ ഇറങ്ങി വരാം. അങ്ങനെ ഉരുണ്ട് വീണെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞത്. അയന്ന ഇന്ന് നിന്റെ വീട്ടില് ഞാനിങ്ങനെ പറഞ്ഞു, പ്രോഗ്രാം മാറ്റി. അങ്ങനെയൊക്കെ പ്രോഗ്രാം മാറ്റും കർത്താവ്. ദർശനയിലോട്ട് പോവുക. എൻ്റെ ഒരു ചിന്തയും കൂടെ ചേർത്ത് പറയാം, കർത്താവ് ഇവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നന്നായിട്ട് മനസ്സിലാക്കി പ്രോഗ്രാം ചേഞ്ച് ആക്കി. നിനക്ക് വേണ്ടി ദൈവം ചില പ്രോഗ്രാം ചേഞ്ച് ആക്കും. കാരണം അവന്റെ ആഗ്രഹം എന്താണ്? യേശു എങ്ങനെയുള്ളവനെന്ന് നല്ല ആഗ്രഹമല്ലേ? സ്തോത്രം. ഇന്ന് നിന്റെ വീട്ടില നിന്നെ നല്ലതുപോലെ കാണുന്ന ഒരു കർത്താവുണ്ട്. 2-ാം അധ്യായത്തിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എവിടാ? കാനാവിലെ പച്ചവെള്ളത്തെ ഗലീലയിലെ കാനാവിൽ. വാക്യങ്ങളെല്ലാം എടുത്ത് ചരിത്ര ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പരുവക്കേട് പിടിച്ച സ്ഥലമായിരുന്നു ഗലീലയിലെ അങ്ങനല്ലേ? 2-1 വായിച്ചു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഗലീലയിലെ കാനാവിൽ. അക്കാലത്ത് ഈ ഗലീലക്കാരാന്ന് പറഞ്ഞാൽ അത്ര താല്പര്യമൊന്നും ഇപ്പോഴും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്ന് കല്യാണാലോചന വന്നാൽ എവിടെന്നാ ഇന്നടത്തിന് നമുക്ക് വേണ്ട. അയന്നെ ഈ ഗലീലക്കാർക്ക് വലിയ വിദ്യാഭ്യാസവും നമ്മുടെ ഭാഷ പറഞ്ഞ വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഉള്ളവരല്ല. ഇത് കാബൂൾ ദേശമാ, ഇരുണ്ട സ്ഥലമാ, തിമിരമുള്ള ദേശമാ, ഇരുട്ടുള്ള സ്ഥലമാ, അന്ധകാരമുള്ള ദേശമാ, വല്ലാത്ത ദേശമാ ഗലീല. മറ്റുള്ളവർ ഉൾക്കൊള്ളുകയല്ല. അതുകൊണ്ടല്ലയോ മറുഭാഷ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ എന്ന്. ഇവരെല്ലാം എന്നിട്ട് ഈ വൻകാര്യം
നിന്ന് കീച്ചുക. പിള്ളേരുടെ അന്യഭാഷ പറഞ്ഞു, ഇംഗ്ലീഷും ഉറുദും തമിഴും തെലുങ്കും കന്നഡയും ഹീബ്രുവും ലാറ്റിൻ ഭാഷയും എന്തോ പിന്നെ ഏതൊക്കെ ഉള്ളതാ പറ, അരാമിക്കും എല്ലാം ഉപയോഗിച്ച് അനത്തുക. എന്റെ ഭാഷ പറഞ്ഞ മിക്കതും പള്ളിക്കൂടത്തിൽ പോയതും. അപ്പൊ ഇത് കേട്ടവർ അന്തം വിട്ടുവിടെ. ഇവരെല്ലാം ഗലീലക്കാരല്ലേ. പിന്നെ ഈ വൻകാര്യം. അപ്പം ഗലീലക്കാരോട് അത്ര താല്പര്യമില്ല. സ്തോത്രം. പക്ഷെ നിങ്ങൾ തിരുവചനം പഠിച്ച് യേശുവിന്റെ ശുശ്രൂഷകൾ കൂടുതലും ഗലീലയിലാണ് നടന്നത്. ലോകം കൊള്ളത്തില്ല, സ്റ്റാൻഡേർഡ് ഇല്ല, വിവരമില്ല, അറിവില്ല, തിരികെ മാറ്റി കിടത്തിടത്തൊക്കെ യേശു തന്നത്. യേശുവിന് അങ്ങനെയുള്ളവരെ ആവശ്യമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ അതാ. അതിലൊരാളാ ഞാന്. ഇവിടെ ഞാൻ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ചെന്ന് തെറ്റിദ്ധരിക്കരുത്, നല്ല രീതിയിൽ എടുക്കണം. ഞാൻ ഒന്ന് രണ്ട് കാര്യമൊക്കെ ചൊല്ലി 2 വാക്ക് പറഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്ക് വന്നു വെച്ചു, മലയാളമായിരുന്നു ഐച്ഛിക വിഷയമെന്ന് എന്നോട്. എന്നാലും അത് അങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് തന്നെ എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചതാ, മലയാളമായിരുന്നോ? അപ്പൊ ഞാൻ സോദോം ദഹനത്തിന്റെ ഒരു ഭാഗം ചൊല്ലി. ജ്വലന കനകടകളുടെ നടുവിൽ ഇടിവാൾ യാതൊരോക്ഷം പരന്നാകാശവീതിയിൽ പ്രളയമതിലുയരും ഒരു ചണ്ഡവാദങ്ങളും വൃത്തിൽ ക്രമിച്ചു പ്രത്യുഗമാംബിതം നിമിഷ സമയം കൊണ്ട് ദിവ്യാഴ്ച ചുഷ്കനി നിർഗളിച്ചാംബരദിക്കിൽ നിന്ന് അക്ഷണം. ഇത് ചൊല്ലിയിട്ട് 2 കാര്യമൊക്കെ പറഞ്ഞപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ ഈ മാന്യ സഹോദരി വന്ന് ചോദിച്ചത് ഐച്ഛിക വിഷയം മലയാളം. ഞാൻ പറഞ്ഞു എനിക്ക് പിടി കിട്ടിയില്ല. അല്ല കോളേജിൽ അതാണോ? ഞാൻ പറഞ്ഞു വണ്ടിയെ പോകുമ്പോൾ കോളേജ് അന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ ഭാഗത്തോട്ടെ. അല്ല, പൊട്ടനായ പോഷനായ ദൈവം എന്നെയും തെരഞ്ഞെടുത്തല്ലോ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ. വിടന്മാര്, ശ്രേഷ്ഠന്മാര്, ഉന്നതന്മാര്, അത് തെറ്റുകാരാന്നല്ല, ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തു. പിന്നെ ഞാൻ ഈ 2 വിഷയിൽ പാടിക്കോട്ടെ. ചാൻ്റെ മിറ്റേ തരിയോ യോഗം. കാട്ടോലീമിൻ ശാഖ ആയിരുന്ന നല്ല ഫലം കാട്ടോലീമിൻ ശാഖ പാടും ഞാൻ യേശുവിനാൽ ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. അപ്പൊ ഈ ഗലീലയിലെ കാനാവിലെ കല്യാണം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ശുശ്രൂഷക്കാര് അമ്മയോട് വന്ന് പറഞ്ഞു വീഞ്ഞ് തീർന്നു. അതുകൊണ്ടാണല്ലോ അമ്മ മകനെടുക്ക ചെന്ന് പറഞ്ഞു വീഞ്ഞ് തീർന്നു. അപ്പൊ യേശു അമ്മയോട് പറയുന്ന പദം നിങ്ങൾക്കെല്ലാം മനപ്പാടാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനാ, എന്നെ നീ പ്രസവിച്ചതാ. പക്ഷേ ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്തിനാ കൈകിടത്തുന്നേ? എന്തിനാ ഇടയ്ക്ക് നിൽക്കാൻ വരുന്നേ? എന്തിനായി വിടവിനകത്ത് കയറി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാര് വീട്ടുകാരാ. അവരെന്റെ അടുക്ക വരട്ടെ. എന്റെ നാഴിക ഇതുവരെ പണ്ട് ഒരു മാന്യ സഹോദരൻ, അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു യേശു മുഹൂർത്തം നോക്കുമായിരുന്നു. അതാ എന്റെ നാഴിക. എടാ പൊട്ടാ,
യേശു മുഹൂർത്തം നോക്കിയതോ കൈ നോക്കിയതോ മഷിയിട്ട് നോക്കിയോ ഒന്നും അല്ല. ആരുടെ വല്ല മൊബൈൽ അടിക്കുന്ന ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ, 10 മണി വരെ പ്രസംഗം ഉണ്ടെന്ന് പറ. പിന്നെ ആശീർവാദം എല്ലാം കഴിയുമ്പോൾ 10:30 ആകും. 8:30 നിർത്തുമെന്നെങ്ങാനും പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അതായത് ദുരിതരെ വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു മുഹൂർത്തം നോക്കിയതൊന്നും അല്ല. എന്റെ നാഴിക ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞത് ആവശ്യക്കാര് എന്റെ അടുക്ക വരുന്നതാ എന്റെ നാഴിക. ഇന്ന് രാത്രിയിലും ആവശ്യബോധത്തോട് യേശുവിന്റെ അടുക്കൽ നീ ചെന്നാൽ അവിടുത്തെ നാഴികയാണ്. മിക്കവാറും ഈ മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിനെ ചിലര് ആക്ഷേപിക്കും. ആക്ഷേപിക്കരുത്. നല്ല ഒരു അമ്മയാണ്. വിവരമുള്ള, വിവേകമുള്ള, ബോധമുള്ള, വകതിരിവുള്ള ഒരു അമ്മയാണ്. അങ്ങനത്തെ അമ്മമാരിപ്പം വളരെ വിരളമാണ്. അമ്മ കളിച്ച് നടക്കുന്നതേ ഉള്ളൂ. യാതൊരു കാശിന് അമ്മ. പിന്നെ അള്ളക്ക് ബോധം എന്നാന്ന് പോലും കാശ് കൈ കാണും. കാശുണ്ടെങ്കിൽ വല്ലതും ബോധമാകുമോ? എന്നാ ഈ അമ്മ വലിയ കാശൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ കുറുകുറാവുമായിട്ട് ചെന്നത്. കാശുള്ള പല അമ്മമാരുണ്ട്, യാതൊരു വിവരവും വെള്ളിയാഴ്ച ഇല്ല. അല്ലടെ കോടിക്കണക്കിന് കാശുണ്ട്, അല്ലെങ്കിൽ യാതൊരു വകതിരിവും. എന്നാ യേശുവിന്റെ അമ്മ നല്ല അമ്മയാ, വകതിരിവ, വിവേകം. ഈ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാടിക്ക് ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വിവരമുള്ള അമ്മയായതുകൊണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ അന്നേരം നോട്ടിൽ പുറകോട്ട് വലിയ പറഞ്ഞു, കീവറിച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, കീവറിച്ചന് നിൽക്കണ്ട, സക്സസ് ആകുകയല്ലോ. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇവിടെ മധ്യസ്ഥതയൊന്നും ഏക്കുകയല്ലെന്ന് പറഞ്ഞു, വിജയിക്കുകയല്ല. അതാ വിവരമുണ്ടെന്ന് പറഞ്ഞു, ഏക്കുകയല്ല. പിന്നെ കീറി ചെന്നിട്ട് കാര്യം ചെയ്യണം, ചുമ്മാ കമ്പം പിടിച്ചിരിക്കാതെ. നേരെ അങ്ങോട്ട് ചെല്ലുമ്പോ പുള്ളി എന്തെങ്കിലും പറയും. അല്ല മവടിയായിട്ട് അതിലെല്ലാം നടക്കാതെ വിവരമുള്ള അമ്മ നേരെ വന്ന് പറഞ്ഞു. ഇല്ലാണ്ട് അവനവിടെ ഇപ്പോൾ ഉണ്ട്, അന്തർയോസ്. അവനോടും പറയണ ഇടയ്ക്ക് കയറി അവനങ്ങനിക്ക് ഇളക്കം കയറുന്നതാണ്. അപ്പം അവനോടും പറയണേ ഇങ്ങനെ നിൽക്കരുത്, നേരെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ ആരേലും കരയുന്നുണ്ടെങ്കിൽ, കരച്ചിലില്ല, കരച്ചിലും പല്ലുകടിയൊക്കെ നടക്കത്തില്ല, ഒരു ആശയം പറയുന്നുള്ള ഉപദേശവും അല്ല. സ്വർഗത്തിൽ ആരും കരയുന്നുണ്ടെങ്കിൽ കൂടുതൽ കരയുന്നത് ഈ അമ്മയായിരിക്കും. അതെന്നാന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് മരിച്ച് അങ്ങോട്ട് ചെല്ലുന്ന വിശുദ്ധന്മാരുടെ ചെന്ന് അമ്മയോട് പറയും, എൻ്റെ അമ്മേ, അമ്മയുടെ നാമത്തിലും മധ്യസ്ഥതയിലും ആ താഴെ പണി മുഴുവൻ നടക്കുന്നുണ്ട്. പിന്നെ കാട് മുതൽ കണ്ണി വരെ. കാട് മുതൽ അമ്മയുടെ മധ്യസ്ഥതയിൽ നാമത്തിൽ ആ പണിയെല്ലാം നടക്കണ്ടേ. അപ്പം ഈ നല്ല അമ്മ, മാന്യായ അമ്മ, എൻ്റെ ബേജ എന്നെ ചെയ്യാൻ ഈ പൊട്ടനോടൊന്നും പറഞ്ഞ ഞാൻ ആകെക്കൂടൊരു മധ്യസ്ഥതയ്ക്ക് എൻ്റെ സഹോദരി ശലോമയുടെ വീട്ടിലാണെന്ന് കയറിയത്. കാരണം അവിടെ മോൻ യോഹന്നാൻ്റെ കല്യാണം ഞങ്ങൾ കുടുംബക്കാരായതുകൊണ്ട് എഴുതിയ രീതിയല്ലേ. അപ്പോൾ ചെന്നപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ ഞാൻ നമ്മുടെ വീടാണെന്ന് കയറി ഒന്ന് ഏറ്റതാ, നടുക്ക് നിൽക്കാമെന്ന് ഓർത്ത്. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചീറ്റി വിജയിച്ചില്ല. പിന്നെ എന്നാ ചെയ്യാൻ, ഈ പൊട്ടനോടൊന്നും പറഞ്ഞാൽ ഇതിനൊന്നും മധ്യസ്ഥ വിവരമില്ലെന്ന്. അതൊന്നുകൂടെ തെളിയിക്കാൻ പൗലോസ് ലേഖനത്തിൽ എഴുതി, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരേ ഒരു മധ്യസ്ഥൻ, അത് നസറാകുന്ന യേശു ക്രിസ്തു, ഏക മധ്യസ്ഥൻ.
അങ്ങനല്ലയോ വായിക്കുന്നത്? അവൻ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറുബലിയായി കൊടുത്ത നസറായനാകുന്ന യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ, ഏക രക്ഷകൻ, ഏക രക്ഷിതാവ്, ഏക നായകൻ, ഏക ദൈവം, ഏക പരിശുദ്ധൻ. നീയല്ലോ ഏക പരിശുദ്ധൻ. ഒരേ ഒരു നായകൻ യേശു ക്രിസ്തു. അവൻ വിശ്വാസത്തിന്റെ നായകനാ, ജീവനായകനാ, അവിടുന്ന് രക്ഷാനായകനാ. സ്തോത്രം. അതികളോടി ചെന്ന് കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളോടി ചെന്ന് കാക്കുന്നവൻ പക്ഷനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴി ചെന്ന് കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേ പാപത്തിൽ നിന്നുണർത്തി നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്ന ജീവനായകനേ മനുവേ അപ്പൊ ശ്രദ്ധിക്കുക, ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പം സ്വർഗത്തില് ആരെങ്കിലും ദുഃഖിച്ച് പറയുന്നതിന് അമ്മ പറയും, എൻ്റെ കുഞ്ഞോമാച്ച ഞാൻ ആകെ കൂടുതൽ മധ്യസ്ഥതയ്ക്ക് പോയത് എൻ്റെ സഹോദരി ശലോമോയുടെ വീട്ടിലെ ഗലീലി വെച്ചാ ചീറ്റിപ്പോയി, പിന്നെ ഇന്ന് വരെ മധ്യസ്ഥതയ്ക്ക് ഞാൻ പോയിട്ടുമില്ല. പിന്നെ എന്നാ ചെയ്യാൻ, ഈ പോട്ടനൊന്നും പറഞ്ഞാൽ മനസ്സിലാകിയാലോ. ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു, ദൈവം ഒരുവനല്ലോ. അവ 2-ാം അധ്യായത്തിൽ അത് തെളിയിച്ചിരിക്കുക. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിൽ എന്റെ ഭാഷയാ, 4-ാം അധ്യായം എന്റെ ഭാഷ. ഐത്തോച്ചാടനം ആദ്യം നടത്തിയത് യേശുവാ. സൂക്ഷം നടുക്കൂടെ കയറിപ്പോയി, മറ്റവരൊക്കെ സൈഡ് വലിഞ്ഞാ പോകുന്നത്. യേശു നേരെ
ശമരിക്കകത്തൂടെ അങ്ങ് പോയി. വേറെ പഠിതാക്കൾ ചെല്ലി പറയുന്നത് ഒരു യഹൂദൻ ശബരിയെ കൂടെ പോകുകയല്ലെന്ന. ഇനി അഥവാ പോകേണ്ട ഗതികേട് വന്നാൽ നിക്കത്തിൽ ഓടും. ഇനി അഥവാ ഓടിയാൽ തന്നെ ആരോടും മിണ്ടുക ഇല്ലെന്ന. ഇനി മിണ്ടിയാൽ തന്നെ അധികം മിണ്ടത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചോട്ട് ഓടുക. ഇപ്പോഴും അങ്ങനത്തെ സൂക്കാടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. പിന്നെ ആരും പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ലെന്നുകൊണ്ട് അകത്തെല്ലാം ഇത് ഇരിപ്പുണ്ട്. ഇപ്പൊ എല്ലാം ഇങ്ങനെ മുണ്ടിയിരിക്കുമ്പോൾ എല്ലാം പമ്മിയിരിക്കാൻ വെള്ള തുണിയൊക്കെ കൊടുത്ത് കൊക്ക് കുളത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ജീസസ്. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആ വരവും തലയിലുള്ള സ്കാർഫുകൾ നമ്മുടെ അകം അറിയുന്നവൻ ആ ദൈവം. മൊത്തം കുടിക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ സംഭാഷണം തുടങ്ങി. അപ്പൊ കണ്ടവളനെ പറഞ്ഞു, യഹൂദനാകുന്ന നീയെ കണ്ടപ്പോഴേ മനസ്സിലായി യഹൂദനാന്ന്. യഹൂദനെ കണ്ടാൽ അറിയാം. ഈ അടുത്ത കാലത്ത് ഒരാളിനോട് പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാന്ന്. വറകെല്ലാം തോറ്റുപോകും. എന്നാ ഈ ഊളത്തരം പറയാതിരിക്കണ്ടേ? ക്ലാസ് ചിന്തിക്കുന്ന ആരുടെ കാര്യമാണ് മനസ്സിലായോ? ഇല്ലേ? യോഗം കഴിഞ്ഞ് പറഞ്ഞു തരാം. നമ്മുടെ ഒറ്റക്കൊള്ളൊരു തള്ള പറഞ്ഞതാ. യഹൂദനെ കണ്ടാൽ അറിയാം. പരിശ്വാസമൊക്കെ അറിയാം. ഞാൻ ആളിനെ പറഞ്ഞ ഇപ്പം പറയത്തില്ല, പിന്നെ പറയോ എന്ന് പറയാം. അല്ല ഇപ്പോഴും ഉണ്ട്. ഇപ്പം ക്ഷീണമാണെന്ന് കേട്ടു. ബെന്യാമിൻ ഗോത്രക്കാരിയാണ്. ഞാൻ ചോദിച്ചാൽ പിന്നെ ഇവിടെ കിടക്കുന്നതന്നെ അങ്ങോട്ട് അങ്ങ് പോകാൻ പറ്റും. ബെന്യാമിൻ ഗോത്രക്കാരി. ബെന്യാമിൻ ഗോത്രക്കാരുടെ കിടപ്പൊക്കെ ഒന്ന് കാണേണ്ടതാ. അപ്പൊ ശ്രദ്ധിക്കുക. കണ്ടപ്പോൾ പിടികിട്ടി. യഹൂദനായ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നു. രണ്ടുപേരുടെ സംഭാഷണം തുടങ്ങി ഒടുവിൽ മിശിഹായാണെന്ന് പിടികിട്ടി. ഏതാണ്ട് ഉച്ച സമയത്ത് വെള്ളം കോരാൻ വന്നെന്നാ. അങ്ങനല്ലയോ? ഉച്ചയെന്ന് എഴുതിയിട്ടില്ലെങ്കിലും ടൈം ഉണ്ട്. ടൈം വെച്ച് നോക്കുമ്പോൾ ഉച്ച സമയമാണ്. സാധാരണ മാന്യ സഹോദരിമാരും അമ്മമാരും ഉണ്ട്. ഇപ്പോഴല്ലയോ എല്ലാ വീട്ടിലും പൈപ്പായി കണക്കിയൊക്കെ. പണ്ട് പൈപ്പൊന്നും എല്ലാ വീട്ടിലും ഇല്ല. പിന്നെ എങ്ങനെയാ വെള്ളം കോരാൻ പോവാ? ഉള്ള കോരി ഊപ്പാട് വന്ന നള്ളമാർ ഇതിനകത്തിരിപ്പുണ്ട്. എന്ത് പ്രയാസമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം പോലെ തിരിച്ച ഉടനെ വെള്ളം വരിക. അപ്പൊ അന്ന് വലിയ ബുദ്ധിമുട്ടാ. വെള്ളം കോരാൻ പോകുമ്പോ സാധാരണ ഒന്നേ രാവിലെ പോകും, ഇല്ലെങ്കിൽ വൈകുന്നേരം. ഉച്ച സമയത്ത് ആരാ പോകുന്നത്? വിരളമാണ്. ഇവിടെ ഉച്ചയ്ക്ക് പോകാം. അതിനെപ്പറ്റി പറയുന്നത് ഉച്ചയ്ക്ക് പോകാം. ആരും എന്നെ കാണണ്ട, ആരും എന്നെ അറിയണ്ട. ചരിത്രമൊക്കെ വേറെ രീതിയാ. അങ്ങനെയാണല്ലോ നമ്മള് വെള്ളം കോരാൻ ചെല്ലുമ്പോഴും കിണറ്റിക്കരില്ലാന്നല്ലോ പ്രശ്നങ്ങളല്ല. പണ്ട് പൈപ്പിൻ ചോട്ടിൽ അടിയുണ്ടാകുന്നത്. കാരണം തലയാഴ്ച പറഞ്ഞ നുണയും കൊതിയെല്ലാം ഇവിടെ വെച്ചാ വെള്ളം വന്നേ. അപ്പൊ ഇതെല്ലാം വെള്ളം കോരാൻ പറഞ്ഞു. നീ എന്നെ പറ്റി അത് പറഞ്ഞില്ലോ? ഞാനങ്ങും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞല്ലോ അടിയുടെ പെരുന്നാളാണ്. 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. 10:30 കഴിഞ്ഞ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരും എന്നെ അറിയണ്ടെന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്നത്. പക്ഷെ ഇവളെ കാണാൻ തന്നെ ഒരുവനെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ ആരും അറിയണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നോട് താല്പര്യമില്ല, എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന് നിന്നെ ആവശ്യമാണ്. ഇന്ന് രാത്രി നിന്നെ കാണാൻ തന്നെ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ മഹത്വം. ആ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഒടുവിൽ മിശിഹായാണെന്ന് മനസ്സിലായി. അവളെ കുടം അവിടെ വെച്ച് ചോദിച്ചെന്ന് പട്ടണത്തിലുള്ള എല്ലാവരോടും പറഞ്ഞ് ഞാൻ മിശിഹായെ കണ്ടെത്തി. 4-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും എല്ലാം പൊറപ്പിക്കുന്ന ദൈവമാണ്. 38 കൊല്ലം അവനും സൗഖ്യം, 18 കൊല്ലം വേറൊരു ഭാഗത്ത് അതും സൗഖ്യം, ജന്മന അതിനും സൗഖ്യം. യേശുവിനിടയ്ക്കൽ ആര് വന്നാലും വിടുതല. കർത്താവിന് 38ഉം 18ഉം ജന്മന ഉള്ളതൊന്നും വിഷയമല്ല. അമ്മയുടെ ഉദരം മുതൽ ഉണർന്നനായവൻ അവനെ യേശു സൗഖ്യമാക്കി. അവിടെ നിന്ന് സൗഖ്യദായകനാണ്. വിശ്വാസത്തോടെ നീ അടുത്ത് വന്നാൽ നിനക്ക് വിടുതൽ നൽകും. അങ്ങനെ ഓരോ അധ്യായത്തിലും യേശുവിന്റെ മഹത്വം വെളിപ്പെടുകയാണ്.
ദൈവത്തിന് മഹത്വം. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി 11-ാം അധ്യായത്തിന്റെ 25 വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. 11:25. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു അവളോട്, മാർത്തയോട് പറയുകയാ, ഞാൻ തന്നെ പുനരുത്ഥാനവും. മൈക്ക് ഓൺ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിച്ചു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്, ഇല്ലേ? ഡയറ്റ്, കുറച്ചു നാളോട് ഇരിക്കാനാ. ഷുഗർ. ഞാൻ ഒരു ആളുണ്ടായിരുന്നു, കാപ്പിക്കകത്ത് മാത്രം മധുരം വേണ്ട, ജിലേബി തിന്നും, അലുവ തിന്നും, പൂവമ്പഴം തിന്നും, ചക്കയിലുവ തിന്നും, അതെല്ലാം നല്ല കാപ്പി കൊടുക്കുമ്പോൾ മാത്രം ഷുഗർ. ബാക്കി സകല കേസ് കൊടുക്കും. വേറൊരച്ചാനുണ്ട്, കപ്പ വേവിച്ചതൊക്കെ ഇഷ്ടം പോലെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഷുഗറിൽ. ഓ അല്ലേ, എന്തായാലും ചാകും. ഇത് നല്ല പെരുക്ക് പിന്നെ അങ്ങ് കുത്തുക, അതാ നല്ലത്. അതാ നമുക്ക് കൂട്ടണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ ജീവിച്ചിരിക്കാൻ എന്തെല്ലാം തത്രപ്പാടാ കാണിക്കുന്നത്, ഇല്ലേ? രാവിലെ മാപ്പിളം വെള്ളം കൂടെ ഒരു വടിയായിട്ട് നേരെ നടക്കുക, ചെന്നാമറ്റം മുതൽ കൂടോപ്പട വരെ. കണ്ടിട്ടില്ലേ? നല്ല സ്കാർഫും ഒക്കെ കെട്ടി യോഗത്തിന് പോകുമ്പോലാ. അപ്പനൊരു ബർമുഡയൊക്കെ ഇട്ട് കയ്യിലൊരു മുളവടി ഉണ്ട്. അപ്പനിങ്ങനെ വടി അടിക്കാനാ. എൻ്റെ കൂടെ ആ പോക്കൊക്കെ ഒന്ന് കാണണ്ടതാ. അതെന്തിനാ? കുറച്ചാളൂടെ ജീവിച്ചിരിക്കാനാ. സ്തോത്രം, സ്തോത്രം. ജീവിച്ചിരിക്കാൻ വേണ്ടി എന്തെല്ലാം തത്രപ്പാടാ നമ്മൾ ചെയ്യുന്നത്, ഇല്ലേ? ചില പടത്തില്ലയോ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ്, അതിന് ഓൾ ബോഡി ചെക്കപ്പ്, അതിനാ എന്തേലും നൂലാമാല, അതിനാ കുറച്ചുകൂടെ ജീവിച്ചിരിക്കാനാ. മനുഷ്യനെല്ലാം ജീവിച്ചിരിക്കാൻ ബന്ധം ഓരോന്ന് ചെയ്യുക. നല്ല വീട് പണിക്കുന്നു, വണ്ടി മേടിക്കുന്നു, പിന്നെ ഈ എന്തുവാ ഇൻഷുറൻസും, മെഡിക്കൽ ജീവിച്ചിരിക്കാനാ. നല്ല ട്രീറ്റ്മെന്റ്, ചില നല്ല ക്രെഡിറ്റ് ആണ്. ഞങ്ങൾ ആസ്ത്രമില്ല. നിങ്ങളെവിടെ? ഞങ്ങളിവിടെ താലൂക്ക് ആശുപത്രി. താലൂക്ക് ആശുപത്രി പോകുന്നവൻ പെട്ടെന്ന് തട്ടിപ്പോകും, അവിടെ പോകുന്നവൻ കുറച്ച് നാളൂടെ എന്നാ ചിന്ത. എടാ, ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. നീ താലൂക്കിൽ പോയാലും ആസ്റ്റർ മെഡിക്കൽ സിറ്റി പോയാലും ബിലീവേഴ്സ്, ഇന്നാളെ പറഞ്ഞ് ബിലീവേഴ്സിലാ പോകേണ്ടത്. ഞാൻ ചോദിച്ചാൽ എന്ത് രസമാണ്. അപ്പൊ ജീവിച്ചിരിക്കാൻ മനുഷ്യൻ എന്തെല്ലാം ബന്ധപ്പാടാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവിച്ചിരിക്കാൻ നീ എന്നൊക്കെ ചെയ്യണമെന്നാ. ന്യായമായിട്ട് ചില കാര്യം പറയാം. ജീവിച്ചിരിക്കാൻ എന്നാ ചെയ്യണം? ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വേറെ പുസ്തകം പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം, ഇത് ബഥാന്യയിലെ ഭവനമാണ്. യേശുക്രിസ്തു വളരെ സ്നേഹിച്ച ഒരു ഭവനമാണ് ബഥാന്യയിലെ. യേശുക്രിസ്തു വളരെ സ്നേഹിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭവനമാണ് ബഥാന്യയിലെ ലാസറിന്റെ, മറിയയുടെ, മാർത്തയുടെ ഈ ഭവനം. കർത്താവ് വളരെ സ്നേഹിച്ച ഭവനമാണ്. ഈ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഈ ഭവനത്തിൽ യേശുവിനെ ആദ്യം കൈക്കൊണ്ടത് ആരാ? മാർത്തയാ. ആദ്യം കൈക്കൊണ്ടത് മാർത്തയാ. മാർത്ത എന്നൊരു സഹോദരി യേശുവിനെ കൈകൊണ്ടെന്നാ. അവിടെ പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, ഈ സ്ത്രീയെ. ഞാനൊരു കാര്യം, മിക്കടുത്തും ഇങ്ങനെ സഹോദരിമാരായി ആദ്യം കയറി ഏക്കുന്നത് ആണെന്ന്. സ്തോത്രം. അങ്ങനെ ഒരു കൃപ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ ദൈവമേ, ഞാൻ പെണ്ണായിട്ട് ജനിച്ച് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? മുടിപ്പിച്ച് പറിക്കുകയും പ്രാഗും ഒന്നും ചെയ്യരുത്. നിന്നെ കൊണ്ട് ദൈവത്തിന് വലുതൊക്കെ ചെയ്യാനുണ്ട്. ഞാനെപ്പോഴും പറയും, ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് കഴിവില്ലാത്ത, ചെയ്യാൻ പറ്റാത്ത നിരവധി കാര്യങ്ങൾ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞങ്ങൾക്കില്ലാത്ത വിശേഷതകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. ഞാൻ എന്തിനാ പെണ്ണായിട്ട് ജീവിക്കുന്നത്? ഞാൻ പെണ്ണായിട്ട് ഇരിക്കേണ്ടതല്ല, ഞാൻ ധാരാസിംഗിനെ പോലെ ഇരിക്കേണ്ട ആളാണെന്നും കയറി പ്രാഗി അരക്കുകയും ചെയ്യരുത്. എന്നാ ഒരു സങ്കടം. സ്ത്രീകൾക്ക് അതിന്റെ വിശേഷതയുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിക്കൊന്നും ഒരു അപാകതയില്ല. ഒറ്റവാക്കി പറഞ്ഞ ആ ഭാഗം ഇവിടെ ഒത്തിരി പറയാനുണ്ട്. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആ കുഞ്ഞിനെ കണക്കാ, മിക്കതും പരിപാടി എന്നാലും കണക്കതാ.
ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് പ്രസവവേദന എടുത്ത് നൊന്ത് പ്രസവിച്ച് ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അതിനെ ചേർത്തണച്ച് അല്ലെ കൈത്തണ്ടയിലിട്ട് അതിന് മുലപ്പാല് കൊടുത്ത് ആ കുഞ്ഞ് അമ്മയുടെ മുലപ്പാല് നുകർന്ന് കുടിച്ച് അത് കാണുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. ഇന്നാള് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു തള്ള പറയുക, പെറ്റ ചരിത്രം ഒന്നും പറയാതിരിക്കുന്നതാ. എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അയന്ന, ഞാൻ ചോദിച്ചു എത്ര മക്കളുണ്ട്? ആ മക്കൾ പറയുന്നുണ്ട്, പന്നി വെറും പോലെ പറ്റും, ഒരെണ്ണം അന്വേഷിക്കുകയല്ലെന്ന്. അതാ വിഷയം. തള്ള പറഞ്ഞ അതുപോലെ പറയാം, പന്നി വെറും പോലെ ഞാനും പെറ്റെന്ന്, ഒരെണ്ണം. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യേ? എല്ലാം വെളിയിലാണ്. പിന്നെ എങ്ങനാ? ഇവിടെ ഒരു മേരി വരും, അവള് വല്ലതും മച്ചാനത്തിൽ തന്ന. ആ തള്ള പറയാം, ഞാൻ ഇവിടെ ആയിരുന്നു പറയേണ്ടതെന്ന്. മേരിയെ അല്ല, അങ്ങനെയുള്ള ഭവനങ്ങളും ഉണ്ട്. ചിലപ്പോ ഇതിനകത്തും കാണും. പറയുമൊന്നും വേണ്ട, കൈയൊന്നും വെക്കണ്ട. സ്തോത്രം. പക്ഷെ മറുവശം പറയാം, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് അതിനെ ചുമന്ന് 10 മാസം നൊന്ത് വേദന കൂടെ പ്രസവിക്കുന്നത് വലിയ ഭാഗ്യമാ. പെൺകുഞ്ഞിന് വിവാഹപ്രായമാകുന്നത് വരെ തീയ ഇല്ലേ? പറ, നിങ്ങൾ എന്തേലും പറ. തീയ, അകത്ത് തീയ. അതിന് ഒരു പുരുഷന്റെ കയ്യിൽ ഇപ്പൊ പിന്നെ കൊടുക്കുമെന്നും വേണ്ട, തന്നെ എടുത്തോളും. പണ്ടൊക്കെ അങ്ങനെ പുരുഷന്റെ കയ്യിൽ, ഇപ്പം ഒന്നും വേണ്ട, തന്നെ എടുത്തതിന്റെ പരുവത്തിന് അവര്. സ്തോത്രം. എന്റെ വല്യമ്മച്ചി പഠിപ്പിച്ചൊരു ഉപദേശമുണ്ട്, അമ്മോപദേശം എന്നാ. മോളെ കെട്ടിക്കുന്നതിന്റെ തലേന്ന് രാത്രി അമ്മ മോക്ക് കുറച്ച് ഉപദേശം കൊടുക്കുന്നത്. വല്യമ്മച്ചി നല്ല ട്യൂണി ചൊല്ലി. ഇപ്പം പ്രായമായതുകൊണ്ട് ഞാൻ വരികളില്ല എന്ന് പറഞ്ഞു. അമ്മ നൽകുന്ന ഉപദേശം നീ കേൾക്കണമെന്നാ. 10 മാസം നൊന്ത് പ്രസവിച്ചു, സുഖങ്ങളെല്ലാം ഏറ്റു വളർത്തി നിന്നെപ്പോലൊരു സുന്ദര രൂപന് നിന്നെ കൊടുക്കുകയാണ്. കോന്തനാകിലും പാമരനാകിലും പാന്തനാകിലും അവനെ ബഹുമാനിക്കണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുക. ഏതാ നിങ്ങൾ രണ്ടുകൂടെ പറയുന്നത്? അമ്മോപദേശം. കോന്തനാകിലും കോപിഷ്ഠനാകിലും പാന്തനാകിലും പാമരനാകിലും നീ അവനെ ബഹുമാനിക്കണം. അമ്മ മോക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മോപദേശമാണ് ഇത്. ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന, എടി എന്തേലും ഇച്ച കഴിച്ചാൽ നീ എന്നാലും കൊടുത്തോണ്ട് എൻ്റെ അടുക്കലോട്ട് വന്നേക്കണം. ഞാൻ വക്കീൽ കുഞ്ഞുഞ്ഞിനോട് നേരത്തെ പറഞ്ഞെല്ലാം വെച്ചിരിക്കുക. അവസാനം ഇപ്പൊ അമ്മയും മോളും വക്കീൽ കുഞ്ഞിന്റെ തിണ്ണേ കിടന്ന്. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? പിള്ളേർ പറഞ്ഞ എന്നെ ആക്കുക. ദൈവത്തിന് മഹത്വം. മകൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗത്തേക്കൊക്കെ പോകുമെന്നും വിവരിക്കുന്നില്ല. മക്കൾക്ക് അങ്ങനെ ഉപദേശം നല്ലത് കൊടുക്കണേ. മോളെ, ആ ചെല്ലുന്ന വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെ കാണും കേട്ടോ, നീ അത് സഹിച്ചു നിൽക്കണം കേട്ടോ. അമ്മ ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ചില അമ്മമാരെ എങ്ങനെ ഉണ്ടടി എന്നാ അല്ല പറു കോള എനിക്ക് ഒപ്പിച്ചു. എന്നാ പറ്റിയെന്നോ? പിന്നെ അമ്മ ചോദിക്കുന്നത്, അവൻ നിന്നെ വല്ലതും ചെയ്തോന്നോ? എന്നെ ഒരു തെള്ള നിന്നെയോ? എന്നിട്ടോ ഞാനിങ്ങനെ തട്ടി ഇനി മാറി വേറെ വല്ലതും ചെയ്തോന്ന്. ഉടനെ അമ്മ പറയാം, എന്നെ തേമ്പി. അവനോ? എവിടെ? തന്റെ ചള്ളക്ക് കാണിച്ച്. അയ്യോ, തിണുത്ത് കിടക്കുന്ന ലോടി. ഇവനെ വിടുകയല്ല. എടീ, നിന്റെ അപ്പനെ ഞാൻ കെട്ടിയിട്ട് 29 കൊല്ലം കഴിഞ്ഞു. ഞാൻ അയാളെ തേമ്പിയതല്ലാതെ ഇന്ന് വരെ അയാൾ തേമ്പ് കൊണ്ട് ഊപ്പാട് വന്നിരിക്കുക. ഇതാ അമ്മ മോക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ പറ. എന്നിട്ട് രാവിലെ 8-ന്റെ വണ്ടിക്ക് പോവാ കൗൺസിലിങ്. ആദ്യം കൗൺസിലിംഗ് ഈ പന്നത്തള്ളക്കാ കൊടുക്കേണ്ടത്, അല്ല അവക്കല്ല കൊടുക്കേണ്ടത്. ഞാൻ തമാശ പറഞ്ഞതല്ല. ആദ്യം കൗൺസിലിംഗ് തള്ളക്ക് കൊടുക്കണം. ഞാൻ പറയുന്ന കാര്യമല്ലയോ കൊച്ചമ്മേ? സത്യമാന്ന് അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ആണെങ്കിൽ രണ്ടിലൊന്നിന്ന് അറിയണം. സത്യമാന്നേ. പേരെന്താ? ദീനാമ. ദൈവത്തിന് മഹത്വം.
ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. അയ്യോ, സ്ത്രീകളെ പറ്റി ഞാൻ പറയാം, നിങ്ങൾ മോശക്കാരല്ല, കൊള്ളുകാരാത്തവരല്ല. ഞങ്ങൾക്ക് പുരുഷന്മാർക്കും പ്രിയപ്പെട്ട ഇല്ലാത്ത വിശേഷത ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനെപ്പോഴും പറയും, പുരുഷൻ എത്ര മിടുക്കനാണെങ്കിലും ഒരു വീട്ടിൽ വയ്യെങ്കിലും രോഗിയാണെന്നൊരു സ്ത്രീ ഉള്ളത് ഒരു ഐശ്വര്യമാണ്, ഒരു അനുഗ്രഹമാണ്. ചിലപ്പോൾ രോഗിയായിരിക്കും, വയ്യായിരിക്കും, എന്നാലും വീട്ടിൽ വന്ന് കയറി വരുമ്പോൾ അതൊരു ഐശ്വര്യമാണ്. നിങ്ങൾക്ക് വിശേഷത ഒത്തിരി ഉണ്ട്. ഞങ്ങൾക്കില്ലാത്ത ഒത്തിരി വിശേഷതകളും വൈഭവശേഷി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പുരുഷൻ എത്ര കോപിഷ്ഠനും താന്തോന്നിയും തെമ്മാടിയാണെങ്കിലും ആ വീട്ടിലെ അമ്മ ഭക്തയും ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ഭജിക്കുന്ന ഒരു മാന്യ മാതാവാണെങ്കിൽ ആ വീട് രക്ഷപ്പെടും. ആ കുഞ്ഞുങ്ങളും എന്റെ ഭാഷ പറഞ്ഞ കാലാപ്പുറ തല്ലി പോകത്തില്ല, ആ കുടുംബം രക്ഷപ്പെടും. എത്രയോ കർത്തദാസന്മാരും ദൈവമക്കളും സാക്ഷ്യം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഞങ്ങൾ ഇത്തരത്തിൽ വന്നത്. എന്റെ അമ്മയുടെ നിലവിളിയാ, എന്റെ അമ്മയുടെ പ്രാർത്ഥനയാ. അപ്പന്റെ പ്രാർത്ഥനയെന്ന് അധികം പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷെ പറയുന്നതെല്ലാം എന്റെ അമ്മയുടെ കണ്ണ്. അതോ ഒരു കാര്യം നിങ്ങൾക്ക് വിശേഷത ഉണ്ടെന്നേ ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ഈ ഭവനം, ബഥാനിയിലെ ഭവനം യേശു സ്നേഹിച്ച നല്ലൊരു ഭവനമാണ്. ഇവിടെ 2-3 വ്യക്തികളുടെ പേരായി എടുത്തു പറഞ്ഞത് മാർത്തയും മറിയയും ലാസറും. ഇവരുടെ അപ്പനെ പറ്റി വലിയ പരാമർശമില്ലെങ്കിലും ചിലര് പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്ന് ഇവരുടെ അപ്പൻ എന്ന് പറയുന്നു. ആട്ടെ, ഇനി അത് പറഞ്ഞ് തർക്കമൊന്നും ഉണ്ടാകണ്ട. ഈ ലാസറിന് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഇത് പകർത്തിയെടുക്കുന്ന ന്യായപ്രമാണം പകർത്തിയെടുന്ന ഒരു ജോലി. അപ്പൊ അത് പള്ളിക്കായതുകൊണ്ട് അധികം കാശൊന്നും കിട്ടുകയല്ല. അങ്ങനെ ആണല്ലോ ചെല്ലുപെടുത്ത എന്നെ പള്ളിക്ക് പണിയാണോ എന്ന്. ആ കൂലി കുറവാണ്, എന്നാലും ഒരു തുച്ഛമായ വരുമാനം കിട്ടും. അപ്പൊ ഇത് ഈ ലാസറ് ഈ സഹോദരിമാരുടെ കയ്യിൽ വിശേഷിച്ച് മാർത്തയെ പറ്റി പഠിപ്പിക്കുന്നത് വിധവയായി പോയെന്ന. വിധവയായി വീട്ടിൽ വന്ന് നിൽക്കുക, എങ്കിലും പുള്ളിക്കാരി ആ കാര്യങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണം. അപ്പൊ ഈ ലാസറിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഈ മൂത്ത പെങ്ങള് മാർത്താമ്മയുടെ കൊണ്ട് കൊടുക്കും. അവളത് വളരെ പരിജ്ഞാനത്തോടെ വിനിയോഗിക്കും. ഈ കഴിവുള്ള സ്ത്രീകളുണ്ട് വീട്ടിൽ, അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അവര് അത് 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ നോക്കിയും കണ്ടും നന്നായിട്ട് വിനിയോഗിക്കാം. അങ്ങനെ ഉള്ളവരുടെ കയ്യിലാണെങ്കിൽ കൊടുക്കണം. പുരുഷന്മാർക്ക് അത്രയും പ്രാപ്തിയും കഴിവും ഇത് വിനിയോഗിക്കാനുള്ള പരിജ്ഞാനവും കഴിവും വൈഭവം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അതിന് കഴിവുണ്ടെങ്കിൽ കൊടുക്കണം. അത് ഭംഗിയായിട്ട് അങ്ങനെയുള്ള ധാരാളം സ്ത്രീകളുണ്ട്. എനിക്ക് വളരെ പരിചയമുള്ള ഒരു അമ്മ, ഒത്തിരി അമ്മമാരുണ്ട്. ഒരമ്മയുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. ഞങ്ങളുടെ തങ്കമാമ, അയ്യോ എന്തോ കഴിവാ, എല്ലാ നിലയിലും കഴിവാ, നല്ല 6 അടി പൊക്കമാ. ആ ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് നിൽക്കുന്ന കാണാൻ എന്തൊരു അഴകും ആദ്യത്വവും ഐശ്വര്യവുമാണ്. നല്ല വെള്ളി കെട്ടിയതുപോലെ മുടി, ഭയങ്കര കഴിവാ. അങ്ങനെയുള്ള ചില അമ്മമാരുണ്ട്. അതുകൊണ്ട് അച്ഛനെ ഒന്നും മിണ്ടത്തില്ല, എന്തോ പറഞ്ഞാലും മൂളുകയേ ഉള്ളൂ. അച്ഛാ നമുക്ക് നിലം അവർക്ക് പാട്ടത്തിന് കൊടുക്കാം, എന്നാ ഈ കൊല്ലം അവർക്ക് കൊടുക്കണ്ടല്ലേ, നമുക്ക് കല്യാണത്തിന് പോണോ, എന്നാ നമുക്ക് പോകണ്ടല്ലയോ, ഈ വണ്ട് മൂളും പോലെ മൂളുന്നതല്ലാതെ. പക്ഷെ കൊച്ചമ്മ നല്ല കഴിവ്, അതുകൊണ്ട് തന്നെ ആ തലമുറ ഒന്നും നഷ്ടപ്പെട്ടില്ല. എന്റെ ഭാഷ പറഞ്ഞ ഒരെണ്ണം പേടില്ല. എല്ലാം കഴിവാ. അങ്ങനെ കഴിവുള്ള അനേക സഹോദരിമാരുണ്ട്. എല്ലാത്തിനും ഉപരി ദൈവത്തെ ഭജിക്കുന്നവരാ. നീ ദൈവത്തെ ഭജിക്കുകയും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ അവൻ നിന്ന് പൊഴുതുന്നെങ്കിൽ നിന്റെ സന്തതിയൊന്നും അധപ്പതിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷവും വരികയില്ല. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെയായി യൗവനത്തിലെ മക്കൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന സഹോദരിമാരെ, നീ വിശ്വസ്തയോടെ ദൈവത്തെ ഭജിച്ചും ദൈവത്തെ ആരാധിച്ചും ജീവിച്ചാൽ നിന്റെ സന്തതിക്ക് ദോഷം വരുവാൻ ദൈവം അനുവദിക്കില്ല. അവൻ വിശ്വസിക്കുന്നവരിന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓ മക്കൾ യഹോവ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. വീരന്റെ
അവന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ നിന്റെ തലമുറ അണപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഈ ബഥാനിൽ. യേശു പലപ്പോഴും ഈ വീട്ടിൽ വന്ന് പാർക്കും, വിശ്രമിക്കും. കാരണം യെരുശലേമിലേക്ക് പോകുന്ന വഴിയാ. ഇസ്രായേലിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാനും പോയതാരാ? ആരിലും അച്ഛൻ പോയതാ? പോയോ? ഇരിപ്പ് കണ്ടാ പോയതുപോലെ ഞാനും പോയില്ല. ഒക്കെ എന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒന്ന് പാസ് പോയോ? ഓ, കുഞ്ഞാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആരും പോയില്ലേ? മാണിച്ചൻ പോയോ? തമ്പച്ചാന്റെ വൈഫ് വന്നിട്ടുണ്ടോ? അമ്മാമ്മ പോയിട്ടുണ്ടോ? ഓസ്ട്രേലിയയിലേ പോയുള്ളൂ. അപ്പൊ ഈ പോയിട്ടുള്ളവര് പറയുന്നത് ഈ യെരുശലേമിലേക്ക് പോകുന്ന വഴിക്കാ, ഈ ബഥാന്യ ഇങ്ങോട്ട് പോകുന്ന വഴിക്കാ. ചെറിയ ഇറക്കമൊക്കെയാന്നാ പറയുന്നത്. കൃത്യം അറിയത്തില്ല, നോക്കട്ടെ, പോയിട്ട് വന്നിട്ട് പറയാം. ഇപ്പൊ ഇറക്കം ഉണ്ടോ നേരപ്പാണോന്ന് അറിയത്തില്ല. അപ്പൊ യേശുക്രിസ്തു പലപ്പോഴും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു അവിടെ വന്നത്. 12:1 വായിച്ചേ. 12:1 യോഹന്നാൻ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ 6 ദിവസം മുമ്പ് അടുത്തായതുകൊണ്ടായി വന്നതേ. അവിടെ തങ്ങിച്ച് പിന്നെ അങ്ങോട്ട് ചെന്നാ പോരെ. പിന്നെ ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാ. പന്തിരുവരിലൊരുത്തന യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാ. പന്തിരുവരിലൊരുത്തന യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാ. ആ കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാ. കാണാൻ നേരമില്ല. അപ്പം ഈ യെരുശലേമിനടുത്ത ഈ സ്ഥലം യേശു പലപ്പോഴും ഈ വീട്ടിൽ വന്ന് പാർക്കും, വിശ്രമിക്കും. യേശു വരുമ്പോ തന്നെയല്ല വരുന്നത്. കുറഞ്ഞത് 12 പേര്. ഇതിലെ പ്രത്യേക കേസിൽ 3 പേരെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും കൂടാളുണ്ട്. ഒറ്റയ്ക്കൊന്നും പാൻ നടക്കരുത്. പ്രവർത്തനമായി ശുശ്രൂഷയാന്നും പറഞ്ഞു ആരുമായിട്ട് ഒട്ടമില്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. കർത്താവ് വളരെ പരിജ്ഞാനത്തോടെ ഈ 2 പേരെയാണ് വിട്ടത്. 2 പേര് പോകണം. പിന്നെ പുസ്തകത്തിന്റെ വാക്യം അങ്ങനെയൊക്കെ തന്നെ. ഈ 2 പേര് എന്നാൽ ചില പ്രത്യേക കേസിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടും ഉണ്ട്. വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വേറെ തരം കൂട്ട് കിട്ടിയിട്ടുമുണ്ട്. അവിടെ നമ്മുടെ വിഷയമല്ല. യേശു ഈ വീട്ടിൽ പലപ്പോഴും വരും. അപ്പൊ ഈ മാർത്ത കിട്ടുന്ന ആ തുച്ഛമായ വേതനം ലാസർ കൊടുക്കുന്നതൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് വിനിയോഗിക്കും. യേശുവിന് ശിഷ്യന്മാരെ നന്നായി ശുശ്രൂഷിക്കും. അതുകൊണ്ട് തന്നെ ഇന്നും ആ കുടുംബത്തിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ആ ബഥാനിൽ എത്രയോ കുടുംബമുണ്ട്, എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഈ 2 പെണ്ണുങ്ങളെ ഉള്ളോ? പറ, നിങ്ങൾ സമാധാനം പറ, എന്തേലും പറ, എന്തേലും ഒന്ന് പറ. ഈ ബഥാനിൽ ഈ 2 പെണ്ണുങ്ങളെ ഉള്ളോ? അല്ല, 100 കണക്കിന് സ്ത്രീകളുണ്ട്. പക്ഷെ ഇന്നും ഈ 2 സ്ത്രീകളുടെ പേരാ കൂടെ ശുശ്രൂഷകൾ കേൾക്കുന്നത്. കാരണം യേശുവിനെ സ്വീകരിച്ച 2 സ്ത്രീകൾ, യേശുവിന് ഇടം കൊടുത്തത്, യേശുവിനെ ശുശ്രൂഷിച്ചവർ. നീ കർത്താവിന്റെ നാമത്തിൽ പച്ചവെള്ളം കൊടുത്താൽ അത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. നീ കർത്താവിന് വസിക്കുവാൻ നിന്റെ വീട് തുറന്നു കൊടുത്തുവാൻ അത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. നീ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ അവൻ മലാക്കിയുടെ പ്രവചനം വായിക്കുന്നത് സ്മരണയുടെ പുസ്തകമുണ്ട്. അവിടെ
പുസ്തകങ്ങൾ തുറന്നെന്നാണല്ലോ വാക്യം. അങ്ങനെയെങ്കിൽ സ്മരണയുടെ പുസ്തകം എന്ന് തുറക്കും. അവൻ ചെയ്തതിലെല്ലാം അക്കമിട്ട് ദൈവം നിനക്ക് മറുപടിയും നന്മയും തരും. ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവന്ന് തുറന്ന് നോക്കിയപ്പോഴല്ലയോ മൊർദെഖായി ചെയ്തത് എഴുതി വെച്ചത്. അന്നേരം തീർപ്പ് കൽപ്പിക്കുക. ഇന്ന് രാത്രി നീ ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ലൊരു ഭവനമാണ് ഈ ബഥാനിയിലെ ഭവനം. യേശു പലപ്പോഴും വന്ന് വിശ്രമിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ ലാസറിന് നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ ദീനമായി. ഓടിച്ചു പറയാം, യേശു പോയില്ല. 12 പേരെ ആരെയും വിട്ടു, ദീനം കൂടി, എന്നിട്ടും പോയില്ല. ഒടുവിൽ ലാസർ മരിച്ചു, അടക്കത്തിനും പോയില്ല. ഇപ്പോഴത്തെ ചില അടക്കത്തിനൊക്കെ ചെന്നാൽ നമ്മൾ അങ്ങ് കുഴയുക. അയ്യോ, ഇല്ല, ബുദ്ധിമുട്ട്. ഇവിടെ നമ്മൾ യാത്ര ചെയ്ത് വണ്ടി പിടിച്ചോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചോ ബസ് കയറിയോ നടന്നു നോക്കിയാൽ നിങ്ങൾ പലരും പോകുന്നത്. അവിടെ ചെന്നിരിക്കുമ്പോൾ ചിലർ അവിടെ ഇരുന്നുകൊണ്ട് ടി വിയിൽ കുഞ്ചാനെ ഓർക്കുമ്പോൾ ഞങ്ങൾ എസ്.എൻ. പുരത്തിൽ നിന്ന് പണ്ട് ഹാലൂയ നട്സ് അടിച്ചുകൊണ്ടിരുന്ന് മനസ്സിലാകുന്നില്ല. വേണ്ട, നമ്മളിതെല്ലാം കണ്ടോണ്ട് ആട്ടപ്പോട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ മെനക്കെടുത്തരുത്. ചിലക്ക് അനുശോചനത്തിന് എന്തെങ്കിലും സമയം കൊടുത്താൽ എന്തെല്ലാം കാര്യമാണ് പറയുന്നത്. രക്ഷകയുടെ ദൂത ചിലരേ പറയുള്ളൂ. പിന്നെ പറയുന്ന മുഴുവൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇൻ്റെയും അതിൻ്റെയും ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ന്. അപ്പം വന്നവരെല്ലാം മനസ്സിലാക്കണം, പുള്ളിക്ക് ഇന്നതിൻ്റെ എല്ലാം ചുമതലയുണ്ട്. എൻ്റെ മൂത്ത മോൻ സാൻകുട്ടി കാനഡയിലെ, ഇളയ മോൻ ലൂയിസ് കുട്ടി ചിക്കാഗോയിൽ. അപ്പം അതും ആൾക്കാർക്കെല്ലാം പിടികിട്ടി. നിങ്ങളെല്ലാം അവിടെ പിള്ളേർ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്ന് വിളിച്ച് പറഞ്ഞു. മതിയല്ലോ, അതിൻ്റെ ആവശ്യമുള്ളൂ. ചുമ്മാ എന്നങ്ങ് പരത്തുക. മനുഷ്യനെല്ലാം മെനക്കെടുക്കുന്ന ധാരാളം മെനക്കേട് കേസുകളുണ്ട് ഒത്തിരി. അപ്പം നമ്മുടെ വിഷയം നമുക്ക് ആ വിഷയം വിട്ടാൽ എന്തിനാ വെറുതെ ഒരു ദിവസത്തെ യോഗത്തിന് ആലോക്യം ഉണ്ടാക്കി പോകുന്നത്. അപ്പൊ എന്തായാലും യേശു ഈ മരണം നടന്നിട്ടും പോയില്ല. ചില ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാന്യ വരെ ഒന്ന് പോകാം. അന്നേരം തോമസ് കയറി പറഞ്ഞു, നമുക്കും പോയി ചാകാതെ. പുള്ളിയുടെ അകത്ത് കയറിയ യഹൂദന്മാരൊന്നാതെ കണ്ടാൽ കൊല്ലാനിരിക്കുക. പിന്നെ തോമാച്ചൻ്റെ അകത്ത് എൻ്റെ ഇന്ന് കയറിയത് ആ വീട്ടിൽ ഒത്തിരി പോയി തിന്നുകയും കുടിക്കുകയും കിടക്കുകയും ചെയ്തത്. ആ ചെറുക്കൻ്റെ ദീനമാണെന്ന് പറഞ്ഞ് തിങ്ങേര് നമ്മളെ ഒന്ന് അങ്ങേരോ പോകുന്നില്ല ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് കിടക്കുക. എന്നാൽ നമ്മളെ ഒന്ന് കിട്ടില്ല. എന്നാൽ കൂടിയപ്പോഴെങ്കിലും ആരെങ്കിലും വരെ 12 എണ്ണമെന്നല്ല കലാപുലി പോലെ നിൽക്കുക, ഒന്നിനെ വിടണ്ട് കിട്ടില്ല. എന്നാൽ ചത്തപ്പോഴെങ്കിലും പോയെന്ന് നിങ്ങളൊരാൾ ചെന്ന് റീത്തും വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊടുക്കുക, അല്ല ചത്ത് കഴിയുമ്പോൾ കൊണ്ടുവരിക. തന്തയുടെ നെഞ്ച തുറന്ന് എന്തിനാടാ ഇങ്ങനെ വെക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാല കൊടുക്കുകയല്ല, ചത്ത് കഴിയുമ്പോൾ ശോശപ്പ, കോടി, കീടി. എന്തിനിങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാലിക്ക് പോലും ഗുണം പിടിപ്പിക്കാത്തവന്മാരുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നാരി അരി കൊടുക്കുക, കഞ്ഞി വെച്ച് കുടിക്കുകയല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുകയല്ല, ചത്ത് കഴിയുമ്പോൾ എടുത്തിട്ട് ചതുരെല്ലാം മാരി നെഞ്ചത്തിടുക. എന്തിനാ? യേശു ഈ മരിച്ചു കഴിഞ്ഞിട്ടും പോയില്ല. യേശുവും പോയില്ല, ഇവരെ വിട്ടുമില്ല. ദൈവത്തിന് മഹത്വം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണേ. ജീവിച്ചിരിക്കുമ്പോൾ അയലത്തുകാരുടെ സ്നേഹത്തിലിരിക്കണം, സഹോദരങ്ങളോട് സ്നേഹത്തിലിരിക്കണം, സഹജീവികളുടെ സഹാനുഭൂതി ഉണ്ടായിരിക്കണം, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. ആരുമായിട്ടൊരു ഒട്ടമില്ല. മതിലും കെട്ടിപ്പോക്കി ഗേറ്റും വെച്ച് ഇത് വെക്കരുതെന്നല്ല, പട്ടിയെ വളർത്തി ചുറ്റോട് ചുറ്റും ക്യാമറ. ഈച്ച കയറി ഉടനെ കാണാം. ഈച്ചയാന്നോ പൂമ്പാറ്റയാന്നോ? അതുകൊണ്ട് തന്നെ ഒരു അപകടമോ ആപത്തോ വന്ന അടുത്തുള്ളവര് പോലും അറിയത്തില്ല. ദൂരെ കിടക്കുന്ന കാറ് തുടുത്തിട്ട് എന്നാ ഇവിടുത്തെ അച്ചായം പോയി. അയ്യോ, എവിടെ പോയി? കുവൈറ്റിൽ പോയതാ? അല്ല, ഇവിടുന്ന് പോയെന്ന്. അയ്യോ, ഞങ്ങൾ ഇത്ര അവരാരുമായിട്ട് അങ്ങനെ അവർ പെന്തിക്കോസാണ്, ആരുമായിട്ട് മിണ്ടുകയാണ്. നേരം വിളിക്കുമ്പോൾ CMD വരെയായിട്ട് ഇങ്ങനെ കുറുക്കം പോകുമ്പോൾ നേരെ ഹോളിനകത്തോട്ട്. എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? എടാ, അഖിലത്തിൽ
വീട്ടുകാരുമായിട്ട് സഹോദരങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിക്കണം. അല്ലാതെ കുമ്മനാട്ടി എന്നിട്ട് അമ്പവരും മേടിച്ച് മുടുത്തൊരു ബൈബിളും മേടിച്ചേച്ച് ഒരു കാറും മേടിച്ച് മുറ്റത്തിട്ട് പുതപ്പിച്ചേച്ച് അമ്മി അതിനകത്ത് കയറി നടക്കുക. എന്തിനങ്ങനെ നടക്കുന്നത്? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു, അങ്ങനെയുള്ള അവന്മാരുണ്ടായി. അതുകൊണ്ടായി പറഞ്ഞത്. മറ്റുള്ളവരെ കരുതണ്ടേ, സ്നേഹിക്കണ്ടേ? ഇതല്ലയോ മാതൃക. മിണ്ടുന്നില്ല. എന്നാത്തിനാ നീ മിണ്ടുന്നത്? ഇത്ര നേരം പോയ നേരത്ത് മിണ്ടുകാരനെ ആദ്യം മുതൽ മിണ്ടണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് യേശു പറഞ്ഞു നമുക്ക് അവിടെ വരെ പോകാം. തോമസ് പറഞ്ഞു നമുക്ക് ചാകാം, നമ്മുടെ കാര്യവും പോക്കാം, തീർന്നു. ഇനിയിപ്പോൾ എന്നെ പോകാതിരിക്കാനൊക്കത്തില്ല എന്നില്ല അയാൾ വല്ലതും പറഞ്ഞെങ്കിൽ എല്ലാം കൂടെ ചാകാനാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ യേശു പോകുന്നത് അവനെ ഉയർപ്പിക്കാനാണ്. നിന്റെ വിചാരമല്ല കർത്താവിന്റെ വിചാരം, നിന്റെ വഴികളുമല്ല ദൈവത്തിന്റെ വഴി. തോമസ് പറഞ്ഞ് ചാകാന്ന്. ഒന്നാമത് കൂടെ നിൽക്കുന്നവൻ ആരാന്ന് വല്ല ബോധമുണ്ടോ? ജീവനായകൻ. ജീവനായകന്റെ കൂടെ എന്ന് വെച്ച് പറയാ ചാകാൻ പോകാന്ന്. ദൈവത്തിന് മഹത്വം. എന്തായാലും കൊള്ളാം. ബഥാനിയിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു ഗുരു വരുന്നെന്ന്. മാർത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ. കർത്താവ് പറഞ്ഞു അവനെ ഉയർക്കും. ഒന്നാം യേശുവിന് ബൈബിൾ ക്ലാസ് അമ്മാമ്മ 2 മണിക്കൂർ. കർത്താവിന് BTH എടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ കഴിഞ്ഞ ഞാൻ എൻ്റെ PD ഉണ്ട്, BTH ഉണ്ട്. ഇപ്പം ഞാൻ MDU ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാന്നല്ല, യേശുവിന് ബൈബിൾ ക്ലാസ് എടുക്കുക. കർത്താവ് എനിക്കറിയാം പുനരുത്ഥാനം എത്രയുണ്ട് നിനക്കറിയാം. എനിക്ക് കർത്താവ് പറഞ്ഞു നീ മിണ്ടാതിരിക്കും, അവൻ ഉയർക്കും. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഈ മാർത്തയോട് പറഞ്ഞ പദമാണ് നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. 25. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ ഇന്ന് രാത്രി ഓടിച്ച് പറയുക, ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ജീവിച്ചിരിക്കാൻ, മരിച്ചാലും ജീവിക്കുമെന്ന്. അങ്ങനെ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കമ്പിവാചകം പോലെ 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമായി പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച് ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ, ഇസ്രായേലിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? ഇസ്രായേലിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് നമുക്ക് ധാന്യം കൊള്ളും. ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. നിങ്ങൾ എന്തിനാ ഈ തമ്മിൽ നോക്കി നിൽക്കുന്നത്? ഇത് തമ്മിൽ നോക്കി നിൽക്കാനുള്ള സമയമാണോ? അല്ല. ഞാൻ ക്രിസ്ത്യാനികളോട് പറയാം, നാമതയോ അല്ല, എല്ലാതെയോ വിശേഷിച്ച് ബന്ധുക്കോസുകാരോടും പറയാം, തമ്മിൽ നോക്കി നിൽക്കാനുള്ള സമയമല്ലിത്. സഭയുടെ പേര് പറഞ്ഞും സംഘടനയുടെ പേര് പറഞ്ഞും പ്രസിഡന്റിന്റെ പേര് പറഞ്ഞു, ഓവർസിയറുടെ പേര് പറഞ്ഞു, സൂപ്രണ്ടിന്റെ പേര് പറഞ്ഞു, സെന്ററിന്റെ പേര് പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് സൗത്ത്, നിന്റെ കുന്തം ഏരിയ കൗൺസിൽ, പിന്നെ ഓടാലി. എടാ, ഇതിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാനുള്ള സമയമല്ലിത്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വെളിപ്പെടാൻ പോകുക. മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് വല്ലാത്ത അന്തരീക്ഷത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിൽ IPC, ചർച്ചക്കോട്, അസംബ്ലീസ് കോഡ്, ഷാരോന്, ഇൻഡിപെൻഡന്റ്, അന്തർദേശീയം, അവൻ പിന്നെ GPMA, കുന്തം, ഇതൊന്നും പറഞ്ഞിരിക്കാതെ തമ്മിൽ നോക്കിയിരിക്കാതെ അവൻ ലഭിക്കുന്ന സമയം യേശുവിനെ ഉയർത്തി സഭയുടെ ബോർഡ് നോക്കി അവൻ ഇരിക്കാനാണ്. സഭാ സ്പിരിറ്റ് അല്ല വിഷയം, ദൈവാത്മാവിന്റെ സ്പിരിറ്റ് ഉണ്ടാകണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇത് ചുമ്മാ വഴക്കുണ്ടാക്കുക. എല്ലാവരും ഈ പുസ്തകമാ ഇത് എടുത്തോണ്ടാ പോകുന്നത്. യാക്കോബായി ഓർത്തഡോക്സും വഴി കിടക്കും. എന്തെല്ലാം ബഹളമാണ്. കലായ സുറിയാനി, യാക്കോബ ഓർത്തഡോക്സ്, ലത്തീന്, ലണ്ടന്, ഏതെല്ലാം അങ്ങോട്ട് എന്തോ സ്പർദ്ധയാണെന്നറിയാമോ? ചില പറയും ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പെണ്ണിനെ കൊടുക്കല, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവനൊക്കെ എല്ലാത്തിന്റെ ദീനമാന്നുള്ളതാണ്. എടുക്കണ്ട, അവരെടുത്തോളും.
അവരെടുത്തോളൂ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, അന്യോന്യം ചെളി വാരി എറിയാനും പഴി പറയാനും ആക്ഷേപിക്കാനും അവമാനം പറയാനും പൊരുത്തു കുത്താനുമുള്ള സമയമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് അവൻ ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്നും മൈക്ക് കൂടെ തുറന്നു പറയാൻ ഒക്കത്തില്ല. ഒരു കാര്യം വേണം ഇപ്പൊ പറയാം. ഒരു കാര്യം, മുമ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഇഷ്ടാവില്ലല്ലോ. പിന്നല്ലേ നമുക്ക് തന്നെ കൂടുന്നു പൊങ്ങിയിരിക്കുക. മൈക്കും വെപ്പിക്കുകയല്ല, ആ മൈക്കും വെളിയിലോട്ട് കേൾപ്പി എന്ത് ചെയ്താ കേൾപ്പിക്കുകയല്ല. കേൾക്കണമെന്നാ പറഞ്ഞത്. ആകാശമേ കേൾക്ക. ആര് കേൾക്കാനാ? ചുമ്മാ ഇന്ന് കീർവാണം പറയാം. ആകാശമേ സന്ധ്യ ദേശമേ ദേശമേ ഏത് കേൾക്കാൻ? എന്നാ മുക്കിന് പോലും കേൾക്കുന്നില്ല. പിന്നെ ദേശമേ ദേശമേ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ പുറകിരിക്കുന്നവർക്ക് ക്ലിയർ ആകുന്നില്ല. ഇവിടുത്തെ കാര്യമല്ല, പൊതുവിൽ അങ്ങ് പറയുക, കേൾപ്പിക്കുകയല്ല. അതേസമയം നിങ്ങൾ വേറെ ചില രീതികളൊക്കെ നോക്കിയ എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക. വണ്ടി ഓടിച്ചു പോകുമ്പോഴെല്ലാം കേട്ടോണ്ടായി പോകുന്നത്. അതെ, കേൾപ്പിക്കുക. പക്ഷെ നമ്മൾ വെച്ചാൽ നമ്മൾ വെക്കത്തുമില്ല. അല്ല, നമ്മളൊരു പരസ്യയോഗമോ ഒരു സുവിശേഷ റാലി നടത്തിയാൽ കഴിവിന്റെ പരമാവധി ഓരം ചേർന്നാ പോകുന്നത്. ഇന്നലെ ഞാനൊരു കൺവെൻഷൻ കഴിഞ്ഞ യാത്ര ഇങ്ങോട്ട് വന്ന് റോഡ് ബ്ലോക്കാ. 11 മണിക്ക് രാത്രി റോഡ് ബ്ലോക്കാ. ഇച്ചിരി നേരം അവിടെ കടന്ന് കയറ്റി വിടുവല്ലോ. ആരോട് പറയാനാ? പണ്ട് ഒരു തള്ള പറഞ്ഞ പോലെ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചാവല്ലോ ഏക്ക് പോകും. അമരകോശമേ എവിടാ വായിക്കുന്നേ? വേറെ ഭാഷയാ ഞാൻ അങ്ങ് ആരേക്കാനാ? റോഡ് ബ്ലോക്കായി. മനുഷ്യൻ കിടക്കേണ്ട റോഡാ ബ്ലോക്കാക്കി. ഒരു ആശുപത്രി കേസ് വരുമോ, ഒരു അത്യാസന്നതിൽ എന്തോ ചെയ്യും? ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചെത്ര കിലോമീറ്റർ ചുറ്റി അല്ലാത്ത കാലത്തിലേക്കായി വരുന്നു. എനിക്ക് എല്ലാം ഒന്നും ഇപ്പം പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇരിക്കുന്നതുകൊണ്ട് ഒട്ടും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഈ കാലയളവിൽ നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കാനല്ല, വഴക്കുണ്ടാക്കാനും വാത് കെട്ടാനും കേസിനും കോടതിക്കും. ഭാഷക്കെതിരെ വിശ്വാസി കൊടുക്കുന്നു, വിശ്വാസിക്കെതിരെ ഭാഷ കൊടുക്കുന്നു, ഭാഷയും വിശ്വാസിക്കെതിരെ അപ്പുറത്തുകാർ കൊടുക്കുന്നു, അവർക്കെതിരെ മറ്റേ സഭക്കാർക്കെതിരെ കൊടുക്കുന്നു. സെന്റർ എന്റെ നാടായി കാണിക്കുന്നേ. വലിച്ചു കീറി തൂരോട്ട് കളഞ്ഞു വെച്ച് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കാം. സ്തോത്രം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത വിഷയങ്ങൾ വരാൻ പോകുകയാ. അതുകൊണ്ട് യാക്കോബ് നിങ്ങൾ എന്തിനാ തമ്മിൽ നോക്കി നിൽക്കുന്നത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നമ്മൾ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. ഒറ്റ വാക്കി പറഞ്ഞ് ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറഞ്ഞതിന്റെ ഒരു ആത്മീയ അർത്ഥം വെളിപ്പാട് 11-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേ. വെളിപ്പാട് 11:8. പെട്ടെന്ന് വെളിപ്പാട് 11:8 പെട്ടെന്ന്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വിവാദ അധ്യായമാണ്.
വേദപഠിതാക്കളുടെ രണ്ട് സാക്ഷികളാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇപ്പൊ അതൊന്നും നമ്മുടെ വിഷയം, നമ്മളത് പോകുന്നില്ല. എങ്കിലും ഈ രണ്ട് സാക്ഷികളെ പരാമർശം നടത്തി വന്നപ്പോൾ ഇവര് മരിച്ചു. ഇവരുടെ ഡെഡ് ബോഡി എല്ലാവരും കാണുക. അതിന്റെ വിഷയം പറയുക, അവരുടെ കർത്താവ് പ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീട്ടിൽ അവരുടെ ശവം കിടക്കും. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആത്മീകമായി പേരുള്ള സ്ഥലം, ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള സ്ഥലം. ആ സ്ഥലത്തിന്റെ പ്രത്യേകത തൊടുകയ്ക്ക് എഴുതിയിട്ടുണ്ട്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പറഞ്ഞ ആ സ്ഥലം അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് യാക്കോബ് പറയുക, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊണ്ട് ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ, നീ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ ഏറ്റെടുത്താൽ നിനക്ക് ജീവിച്ചിരിക്കാം. സ്തോത്രം. വിവരിക്കുന്നില്ല, സമയം ഒത്തിരി അതിക്രമിച്ചത് കൊണ്ട്. എന്തുവാ കാണാൻ അത്ര മതിയായോ? സ്തോത്രം. അപ്പൊ ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന ഒരൊറ്റ വാക്ക് പ്രാർത്ഥിയില്, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. എന്റെ യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണം. എന്റെ യേശുവേ എന്റെ പാപം ക്ഷമിക്കണം. എന്നെ കൈവിടരുത്. ഇന്ന് രാത്രി ആത്മാർത്ഥമായി കർത്താവിനോട് ആര് പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. യേശു ഒരു വിഭാഗത്തിന്റെ ദൈവമൊന്നുമല്ല, കത്തോലിക്കരുടെ സ്വന്തമാണല്ലോ യേശു. യാക്കോബക്കാരുടെ ഓർത്തഡോക്സ് വീട്ടിൽ എത്തിയതിന് ലണ്ടന് CMS ആംഗ്ലിക്കന്, പിന്നെ പെന്തിക്കോസ് ബ്രദർ GPM, സാൽവേഷൻ ആർമി, പിന്നെ ഇവാഞ്ചലിക്കല് മാർത്ത്, ഇവരുടെ ആരുടെയും കുടുംബസ്വത്തല്ല. യേശു മുഴുലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. ഏത് പാപിക്കും യേശുവിന്റെ ഉള്ളത്തിൽ ഏറ്റെടുക്കാം. ഏത് മഹാവിക്കും യേശുവിന്റെ അടുക്ക വരാ. യേശു നിന്നെ രക്ഷിക്കും. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും വ്യാധിയെയും ഒരേ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയിടാൻ നാട്ടിൽ പിണരാ. നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന് ധാന്യം വേണം എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായിട്ട് ഏറ്റെടുക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട. ഞാൻ വലിയ കുടുംബത്തിൽപ്പെട്ടതാന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. പള്ളിപ്പറമ്പിൽ ആ വീട്, അതവിടെ ഇരിക്കേണ്ട പൊളിക്കുവൊന്നും വേണ്ട. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ പള്ളിക്കുന്നേക്കാരാ, ഒന്നേ തന്നെ ഇരിക്കേണ്ട, താഴോട്ട് ഇറങ്ങണ്ട. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങള് പാടത്ത് മാപ്പിളയാ. ആയിക്കോട്ടെ, പാടത്ത് നിൽക്കുവോ കരയ്ക്ക് നിൽക്കുവോ മാപ്പിളയിൽ.
സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ മണർകാട് പാപ്പന്റെ ആളാ, ആയിക്കോട്ടെ, പാപ്പനെ ഒന്നും നമുക്കെതിരില്ല. പക്ഷെ പാപ്പനാന്നേലും കൊള്ളാം, പാപ്പിയാന്നേലും കൊള്ളാം, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ ചേർന്ന മറ്റേ ഫാമിലിയാ, ആയിക്കോട്ടെ, പേരൊന്നും തുടച്ചു കളയണ്ട, പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ പകലോ മറ്റോ ആയിക്കോട്ടെ, പകലോ മറ്റോ ഇരുട്ടോ മറ്റോ ആയിക്കോട്ടെ, അല്ലെ വെളിച്ചോ മറ്റോ ആയിക്കോട്ടെ, പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത് നല്ല കാര്യം, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, പാമ്പാടി തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ. ഞാൻ പറയുന്നില്ല, ഞാൻ പാമ്പാടി തിരുമേനിയുടെ വകുപ്പൊന്നും പറഞ്ഞാ നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛന്മാരുണ്ട്, മെത്രാനുണ്ട്, ജമ്മാച്ചനുണ്ട്, കശീശായുണ്ട്, എന്തോ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ കൊടുങ്ങല്ലൂരിന്ന് വന്നതാ, അത് നിന്റെ സംസാരം കേൾക്കുമ്പോ അറിയാം. കഴിഞ്ഞ ദിവസം അപ്പുറത്തുകാരോട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ തെളിഞ്ഞു നീ കൊടുങ്ങല്ലൂരിന്ന് തന്നെ. മരുമകളുമായിട്ടുള്ള വർത്താനം കേട്ടപ്പോഴേ തള്ളയെ പിടികിട്ടിയതാ നീ. സ്തോത്രം. സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. പള്ളിക്ക് തലം കൊടുത്തത് കൊണ്ടോ, ആമേൻ, കുരിശൻ തൊട്ടിക്ക് തലം കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഹോള് പണിയാൻ ചെന്നാൻ പറ്റുന്ന ഹോള് ഞങ്ങളുടെ വസ്തുവിലായിരിക്കുന്നത്. സ്വർഗത്തിൽ പോണേ നീ രക്ഷിക്കപ്പെടണം. ഉപദേശമാർക്ക് ശാപ്പാട് കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല, സ്വോത്രകാഴ്ച കിട്ടാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ടത് ക്രൂശിന്റെ ചുവട്ട് വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഓടിച്ച് പറയാം, രണ്ട് ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? പുറപ്പാട് പുസ്തകം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് 30:20. വായിക്കും മൈക്കിൽ കൂടെ വായിക്കേ. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ, അവരെ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ, യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കാനൊക്കെ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന്, മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് കൊണ്ട് കഴുകണം, വെള്ളം കൊണ്ട് കഴുകണം. അവളെ മരിക്കാതെ ജീവിച്ചിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൊരു പരിപാടിയുണ്ട്. ചാടി കയറി എടുത്ത് വീശുവൊന്നും ചെയ്യരുത്. മനസ്സിലായല്ലോ? വെള്ളത്തിലൊരു പരിപാടിയുണ്ട്. വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പക്ഷെ പറഞ്ഞാൽ, ഒന്ന് ജീവിച്ചിരിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം, രണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത്യാവശ്യമാണ്. വെള്ളം കൊണ്ട് അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചെന്ന, വെള്ളമടിച്ച് രക്ഷപ്പെട്ടെന്നല്ല, 8 പേരും വെള്ളമടിച്ചു. 8 പേര് വെള്ളം ഇല്ല. പിന്നെ വല്യപ്പൻ താഴെ ഇറങ്ങിയപ്പോ ഒന്ന് ഇച്ചിരി അല്ല മാമ നല്ലാണ്ട് കടിച്ച് ഉള്ളി തുണി പോലും ഇല്ലാതെ അടിച്ച് കോൺതെറ്റി. അപ്പൊ ശ്രദ്ധിച്ചേ, വെള്ളം കൊണ്ട്. അപ്പോൾ അല്പജനം 8 പേര് അത് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഇത് സ്നാനത്തിന് ഒരു മുൻകുറിയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മരിക്കാൻ നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെട്ടേ ഒക്കൂ. അയ്യോ, ഇസ്രായേൽ മക്കൾ നോഹയുടെ കാലത്ത് 8 പേര് വെള്ളം കുടിച്ച് രക്ഷപ്പെട്ടതല്ല, വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ടു. പിന്നെ പുറപ്പാട് പുസ്തകമൊക്കെ ചേർത്ത് കൊരിന്ത്യയിലും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇവര് ചെങ്കടൽ കടന്നവരാ. 10-ാം അധ്യായത്തിൽ പറയുന്ന സഹോദരന്മാര്, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് അവര് മോശയോട് ചേർന്നു. വെള്ളത്തിൽ കൂടാ. വെള്ളം കൊണ്ട് സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് നല്ല സോപ്പോ ഇഞ്ചിയൊക്കെ കിട്ടും. ഇത് ദൈവത്തോട് ചേരാനാ.
യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ, യേശുവിനോട് ചേരുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നത് ആ സ്നാനം. ഞാൻ രക്ഷിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെടുന്നത്, രക്ഷിക്കപ്പെട്ട് അന്ന് മുതൽ ഞാൻ സഭയിൽ പറയും എനിക്ക് സ്നാനപ്പെടുന്ന സ്നാനപ്പെടുത്തുകയല്ല. ഒരു അച്ചായനും ഉണ്ടായിരുന്നൊരു തള്ളയും ഉണ്ടായിരുന്നു. അവർ പറയുന്നത് മുഴുത്ത മാനസാന്തരം 3 മാസം കൊണ്ട് ഇപ്പം മുക്കുണ്ടെന്ന്. എന്നാ ചെയ്യാൻ? ഈ തള്ളയും അയാളും പറഞ്ഞ കേട്ടോ വരുന്ന പാസ്റ്റർമാരെല്ലാം അവിടെ ഇരിക്കുന്ന. അങ്ങനെ മിക്ക സഭയിലും ഉണ്ട്. ചില പാസ്റ്റർമാർ, ചില തള്ളയും ചില അപ്പനും ഉണ്ട്. അവർ പറയുന്നത് തന്നെ കേട്ടോണ്ട് അതിനകത്ത് ഇവനെല്ലാം അതപ്പതിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ട് സഭയിലെ നെടുന്തൂണ. അത് പിന്നെ ആ നെടുന്തൂണ ഒറ്റ സ്വതന്ത്രം പോലും പറയുകയാണ്. അപ്പൊ ഈ 3 മാസത്തോളം എല്ലാ ദിവസവും ഞാൻ ഞായറാഴ്ച സാക്ഷി പറയും, സമ്മതിക്കുകയല്ല. ഒടുവിൽ സ്നാനപ്പെടാൻ ഞാൻ കരഞ്ഞുകൊണ്ടൊരു ദിവസം പറഞ്ഞു, 1 വർഷമായി അന്നേരം എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. വേറെ പുസ്തകം പഠിച്ച് ദൈവദാസന്മാർ വചനമെല്ലാം പഠിപ്പിച്ച് വചനവും വായിച്ചപ്പം സ്നാനപ്പെട്ട് വെക്കും. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അപ്പൊ ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങളുടെ സഭയിലൊരു അമ്മ, നമ്മൾ ഇന്നലെ അവിടെ കല്ലിട ഞാൻ കാണിച്ചില്ല, അമ്മ വന്ന് പറഞ്ഞു, മോനെ ഈ മാറാം. അപ്പൊ ഞാൻ പറഞ്ഞു സ്നാനപ്പെടാതെ ഞാൻ ദേശത്ത് സ്നാനപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടുകാരൊക്കെ പ്രശ്നം. അപ്പൊ ഈ അമ്മ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, മാതാപിതാക്കൾ വല്ലതും അംഗീകരിക്കണമെങ്കിൽ വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അമ്മ ഒരു ഉപാധി പറഞ്ഞു തന്നതാ. ഞാനത് കേട്ടുകൊണ്ട് രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവും മാതാവും എഴുന്നേറ്റപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടുക എന്ന്. അവരൊരു സ്നാനപ്പെട്ടു. അത് ഞാൻ കുളിക്കാനായിട്ട് ആറ്റിപ്പോയി. അവിടെ ആറ്റിലാന്നൊക്കെ കുളിക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവർ കോപിഷ്ഠരായിട്ട് നിൽക്കുക. മുമ്പേ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ സ്നാനപ്പെടുക. സ്നാനപ്പെടുകയാണെങ്കിൽ അതിലേ പോക്കണം, ഇങ്ങോട്ട് കയറിയേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളല്ലയോ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ ഉറക്കപ്പിച്ചിന് പറഞ്ഞതാ, വരല്ലേ പണി നോക്കാൻ. തള്ളയേതാ പോയിന്റ് പറഞ്ഞു തന്ന്. എന്തിനേറെ ഏതായാലും പ്രാർത്ഥിച്ചു, തീരുമാനിച്ചു, സ്നാനത്തിനൊരുങ്ങി. അന്ന് പരുത്തുംപാറ കൺവെൻഷൻ നടക്കുക. കൺവെൻഷനെ ഞാൻ വന്നു. വീട്ടിൽ പ്രശ്നമാണ്, ഭയങ്കര പ്രതികൂലമാണ്. എന്നെ സ്നാനപ്പെടുത്തിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഏതായാലും കൺവെൻഷന് ചെന്നപ്പോൾ ഇതുപോലെ കൺവെൻഷന് അന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് മൺമറഞ്ഞ പ്രസിദ്ധനായ മാന്യകൃതദാസൻ നമ്മുടെ പ്രിയൻ സക്കറിയ സാറ്, അല്ല നമ്മുടെ മണക്കാലയിലെ ടി ജി കോശി അവറുകളാണ്. അദ്ദേഹം പ്രിയൻ സക്കറിയ സാർ 2ാം ദിവസമായിരുന്നു. ആദ്യം ടി ജി കോശി അവറുകൾ. ഇദ്ദേഹം വചനം പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ സാക്ഷ്യവും അനുഭവവും വചനമെല്ലാം പറഞ്ഞു, സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാ, ഇത് മാതൃക യേശു കാണിച്ചു, അനുഷ്ഠിക്കണം. ഇതൊക്കെ പറഞ്ഞേച്ച് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, ഇന്ന് രാത്രി ഈ കൽപ്പന അനുസരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും പന്തലിലുണ്ടെങ്കിൽ മുമ്പോട്ട് വന്നാൽ രാത്രി തന്നെ കൊണ്ട് മുക്കുവന്നു. അയ്യോ, ഞാനങ്ങ് ബലപ്പെട്ടു. യോഗം കഴിഞ്ഞുടനെ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ മെയിൻ പാസ്റ്റർ പച്ച എന്നെ രാത്രി മുക്കണം. രാത്രി പുള്ളി പറഞ്ഞു, അത് പുള്ളി ഉണർവിന് കയറി പറഞ്ഞാൽ നാളെ നേരം വിളിക്കട്ടെന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെ ഉണർവിന് എന്തെല്ലാം കയറി പറഞ്ഞാൽ കുത്തിയിരിക്കുന്നത്. നാളെ നേരം കൊള്ളാം. രാത്രി വീണ്ടും ആളിനെ വിട്ട് മുക്കരുതെന്ന് പ്രശ്നമായി. സഭയിലും വരുന്ന എല്ലാവരും ഒന്നും ഗുണപ്പെട്ടതല്ലല്ലോ. അപ്പൊ സഭയിലും ചില ആൾക്കാർ പറഞ്ഞു, എന്നാ ഇപ്പം മുക്കണ്ട, ഇപ്പം മുക്കി പിന്നെ വഴക്കും പൊക്കാറുവാ, വേലയ്ക്ക് ക്ഷീണമാ, അല്ലെ ഏതാണ്ട് ക്ഷീണമില്ലാതിരിക്കുക. ഏതായാലും കൊള്ളാം, സ്നാനപ്പെടാൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു. ചിലരൊക്കെ സഹായിച്ചു, വാക്കുകൾ കൊണ്ടും പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഏതാണ്ട് 13 പേരോളം ഉണ്ട് സ്നാനപ്പെടാൻ. സ്നാനക്കിടവിലോട്ട് പാട്ട് പാടിയാ പോകുന്ന, തമ്പേറുമൊക്കെ അടിച്ച്. അവരുടെ ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ട്, ആ സഭയുടെ കൺവെൻഷൻ ആയതുകൊണ്ട് അന്ന് സ്നാനത്തിന് തന്നെ ഒരു 450-500 പേരുമുണ്ട്. പാട്ടുമൊക്കെ പാടി ഇങ്ങനെ പോവുക. അപ്പം ഞങ്ങൾ 10-13 പേരുണ്ട്. ഞാൻ ആ പ്രതികൂലത്തിൽ നിൽക്കുന്ന കൂടുതലും. സ്നാനക്കിടവിൽ ചെന്ന് 2 ദൈവദാസന്മാർ വെള്ളത്തിലിറങ്ങി നിൽക്കുക. അപ്പം ഞാൻ കരയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊണ്ട് വീട്ടിൽ പ്രശ്നമായി. ഇന്നലെ രാത്രിയിലും പ്രശ്നമുണ്ടാക്കി. ഇനി സ്നാനപ്പെട്ട അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ ചെയ്യുമെന്ന് ഹൃദയത്തിൽ ഇങ്ങനെ ചിന്ത വന്നെങ്കിൽ ദൈവം അങ്ങ് ധൈര്യപ്പെടുത്തി. ഒരു വാക്യം എന്നെ ധൈര്യപ്പെടുത്തി. നിങ്ങൾക്കറിയാം, യേശു യോഹന്നാനോട് പറയാ, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി എന്ന് വർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പൊ എന്റെ ഹൃദയത്തിൽ വാക്യം മതിച്ചു, ഇപ്പോൾ സമ്മതിക്കാം, ഇപ്പോൾ സമ്മതിക്കാം. അപ്പൊ പെട്ടെന്ന് ചിന്തവെന്നും മുമ്പുണ്ടായത് ഇനി ഉണ്ടാകുന്നൊന്നും ചിന്തിക്കുന്നില്ല, സമ്മതിക്കുക. 12 പേരെ സ്നാനപ്പെടുത്തി കയറ്റി 13ാമത് ഞാൻ ഇറങ്ങുന്നത്. ആ പ്രായമുള്ള ദൈവദാസനെ ഉപദേശി
എന്നെ കാര്യമെല്ലാം പറഞ്ഞ് വെള്ളത്തിലോട്ട് മുക്കി. ദൈവത്തിന് മഹത്വം, പിടിവിട്ടു പോയി. അത് മറ്റൊന്നുമല്ല, ഈ പ്രതികൂലത്തിൽ നിൽക്കുകയല്ലേ, അനേകർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഞാൻ വെള്ളത്തിനടി വെച്ച് അഭിഷേകം പ്രാപിച്ചു, ദൈവശക്തികൾ നിറഞ്ഞ് പൊങ്ങി വന്നത് ആത്മസ്നാനത്തിൽ അന്യഭാഷ പറഞ്ഞു നിന്നെന്നൊക്കെ ചിലര് പറയുന്നു. ഞാൻ തർക്കിക്കാനും ബാധിക്കാനും ഒന്നുമില്ല, നിന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് പറഞ്ഞൊരു അലോഗ്യവും തർക്കവും, അങ്ങോട്ട് കണ്ണനും ഇങ്ങോട്ട് കണ്ണനും വെട്ടി ചില ഓരോ ഡയലോഗ് കൊടുത്തു. എന്നാ കൊടുത്തു? എനിക്കിതിനൊന്നും നേരമില്ല, ഞാൻ വഴക്കുണ്ടാക്കാനും വരുന്നില്ല, കണ്ണനത്തിനും വരുന്നില്ല, ഇതുള്ളതാണ്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അതിൽ കൂടിയുള്ള വിടുതലുകൾ ധാരാളം അനുഭവിച്ച ആളാണ്. സ്തോത്രം. ഇപ്പം അത്ര പറയുന്നുള്ളൂ, നിന്നിട്ടൊന്നുമില്ല. എന്തായാലും ആത്മസ്നാനത്തിൽ എന്ന് പറഞ്ഞ് പിന്നെ പൊങ്ങി വന്നപ്പോൾ തിരിഞ്ഞാ പൊങ്ങി, നോക്കിയപ്പോൾ ആരുമില്ല, തിരിഞ്ഞാ പൊങ്ങിയത്. പിന്നെ അപ്പച്ചൻ പിടിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും കരയ്ക്കുണ്ട്. വേറൊന്നും പറയാൻ വാക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ അന്യഭാഷ. കരയ്ക്ക് കയറി ഡ്രസ്സ് മാറുന്നിടത്ത് ചെന്നപ്പോൾ എനിക്ക് ഡ്രസ്സില്ല, ആകെ ഒരു ജോഡി ഇട്ടോണ്ടായി പോയത്, അതിട്ടാ മുങ്ങിയത്, വേറെ ഇല്ല. അപ്പം അവർ ചോദിച്ചു വേറെ എന്ത്? ഞാൻ പറഞ്ഞില്ല. അയ്യോ പിന്നെങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ അല്ല എന്നാ. പിന്നെ പെട്ടെന്ന് ഒരു മുണ്ട് കൊണ്ട് തന്നു. അയ്യോ ഒരു ഭയങ്കര മുണ്ട് കൊടുത്തിട്ടും തീരെ. പിന്നീട് അറിഞ്ഞ ആ കൊച്ചമ്മയുടെ കച്ചമുറിയായിരുന്നു. നല്ല വണ്ണമുള്ളൊരു തള്ള കച്ചമുറി. മമ്മ 5 മുഴമല്ലേ? അയ്യോ എൻ്റെ പഞ്ചോ, എനിക്കന്ന് 14 വയസ്സായതുള്ളൂ. 5 മുഴ ഞാൻ അവിടെ ചെന്ന് ഒപ്പിക്കാം. ഒരു പരുവത്തിനെല്ലാം കൂടെ പെട്ടെന്നായതുകൊണ്ട് അതേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു ഷർട്ട് കൊണ്ട് തന്ന ജേക്കപ്പാഷ ഷർട്ടാ, അദ്ദേഹം നല്ല നെടുപ്പോട് ഇട്ടപ്പം മുട്ടിന് താഴെ. ഞാൻ അവനോട് ഇടയ്ക്ക് പറഞ്ഞ് മുണ്ടങ്ങ് എടുത്തോ, ഷർട്ട് മതിയെന്ന് പറഞ്ഞു. രണ്ടും കൂടെ നടക്കാനും ബുദ്ധിമുട്ടാണ്. ഏതായാലും മുങ്ങി. ദൈവത്തിന് സ്തോത്രം. സഭയിൽ ചെന്ന് തിരുമേശയൊക്കെ എടുത്തു വീട്ടിൽ ചെല്ലണ്ടെന്നാ പറഞ്ഞത്. വലിയ പ്രതികൂലമായ ആ സമയത്ത് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, പക്ഷേ ദോഷമൊന്നും വന്നില്ല. സഭാപ്രസംഗി 8:5 കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നീ യേശുവിന്റെ അന്ത്യകൽപ്പനയാ സ്നാനം. ആ കൽപ്പന നീ ഒന്ന് പ്രമാണിച്ച് നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ സന്തതിയുടെ സന്താനങ്ങൾക്കും ഒരു ദോഷവും സംഭവിക്കത്തില്ല. വെള്ളം കൊണ്ടൊരു കഴുകലുണ്ട് കേട്ടോ. അപ്പൊ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ടത്, ഒന്ന് ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മനസ്സിലാകുന്ന ഭാഷ, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പ്രത്യേകം തെളിവുകൾ എത്ര എണ്ണമായി യേശു മാതൃക വരെ കാണിച്ചു തന്നെ എങ്ങനെയാ മുങ്ങണ്ടെന്ന്. രണ്ട് കാര്യൂടെ പറഞ്ഞങ്ങ് നിർത്താം, അത് വിശദീകരിക്കുന്നില്ല. ജീവിച്ചിരിക്കാൻ അല്ലെങ്കിൽ മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിന്റെ 35 വായിച്ചേ. 28-35. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടത്. മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കണം. ഏതാ ശബ്ദം? ആ കണ്ണിക തുടങ്ങുന്നത് മുതല് ഏഹോദിനെ പറ്റിയാ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഏഹോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് വായിച്ചു. ഏഹോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ടുണ്ടാക്കണം. അതിന് നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായി ഒരു നാട ചുറ്റിലും വേണം. പിന്നെ അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂല്, ചുവപ്പ് നൂല് എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അപ്പൊ മാതളപ്പഴവും മണി ഇത് ഇടവിട്ട് ഒരു മാതളപ്പഴം ഇപ്പറേ ഒരു മണി, പിന്നെ ഒരു മാതളപ്പഴം ഇപ്പറേ ഒരു, ഇതൊക്കെ ധരിച്ചുകൊണ്ട് അകത്തോട്ട് കയറേണ്ടത്. അപ്പൊ അകത്ത് കയറും ഈ അനങ്ങാതിരുന്നാൽ ശബ്ദം കേൾക്കുകയല്ല. ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന അവിടെ ചെന്ന് ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ച് നിൽക്കണം, ശുശ്രൂഷ ചെയ്യുകയും. അപ്പൊ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ഈ മാതളപ്പഴം ചെന്ന് പൊന്മണിക്കിട്ട് ഒരടി അടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൊന്മണി ഇപ്പുറത്തെ മാതളപ്പഴത്തിന് ഗ്ലോറി.
അപ്പോൾ അത് ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ ശബ്ദം ഇങ്ങനെ കിണിങ് 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 കിണിന്ന് കേട്ടോണ്ടിരിക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ മരിക്കാതെ ജീവിച്ചിരിക്കാനാ. ശബ്ദം കേൾപ്പിക്കണം. ശബ്ദം കേട്ടേ ഒക്കൂ. നീ സഭായത്തിന് വന്ന് ചൂമം തെറ്റിയിരിക്കാതെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. എന്തോ ശബ്ദമാണ് അത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ പല പല കാര്യങ്ങൾ അവിടെ കേട്ടുകൊണ്ടിരിക്കേണ്ടത്. ഒന്ന് വായിച്ചോ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള തിരുവെടുത്ത് വായിച്ചാണ്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഇതിന്റെ ശബ്ദം കേൾക്കണം. സങ്കീർത്തനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, പിന്നെ അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ഇതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. അന്യഭാഷ പറയുന്നവൻ ദൈവത്തോടാ, മനുഷ്യനോടല്ല. അവൻ തനിക്ക് തന്നെ ആത്മീക വർത്തമാനം നടത്തുക, ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. പൗലോസ് പറഞ്ഞു, നിങ്ങളെക്കാൾ എല്ലാം കൂടുതൽ അന്യഭാഷ പറയുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഇതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. എന്തിനാ? ജീവിച്ചിരിക്കാൻ. വിസ്തരിക്കുന്നില്ല. ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ട് വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3 അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ഒരു വാക്യം വായിച്ചങ്ങ് നിർത്താം, വിശദീകരിക്കാൻ നേരമല്ല. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം വായിച്ചേ. ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 3 മുതൽ. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കാൻ തോട്ടത്തിന് നടുവിലുള്ള തിന്നരുത്. സ്തോത്രം, സ്തോത്രം. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരികെ ഉരുവാക്കി ദൈവം പരമവർഗ പൂജിത ഭാഗ്യവിചിത്രമതാം ഒരു തോട്ടം. പൂജിത ഭാഗ്യവിചിത്രമതാം ഒരു തോട്ടം. ചമച്ചതിന്റെ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം. വാരാവിധം പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു പാട്ടം. വാരാവിധം ഒന്നുകൊണ്ടു ഇത് കൽപ്പന ശേഷം കന്നി ഉടിപ്പാനോ അരുതറിവി മരമായ നീക്കം മാറുത്തും വരുമ മരണമെന്നൊരു നീക്കമില്ല നിന്ന് കരുതണം. നിങ്ങളെന്ന് പാരമറ്റുന്നവരോട് വരുമ മരണമെന്നൊരു നീക്കമില്ല നിന്ന് കരുതണം. നിങ്ങളെന്ന് പാരമറ്റുന്നവർ ശ്രദ്ധിക്കുക. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. വിശദീകരിക്കാൻ നേരമില്ല. മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട കാര്യം അരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കണം. സകല ബന്ധിക്കോസുകാരോടും സകല ദൈവകുഞ്ഞുങ്ങളോടും പറയാ, നീ ജീവിച്ചിരിക്കാൻ കർക്കശമായി വേർപാട് പാലിക്കണം. അരുത്, ചെയ്യരുത് എന്ന് ദൈവം കർക്കശമായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ജാതികളുമായി ഇണങ്ങില്ല പെണ, അരുത്. നിങ്ങൾ കർത്താവിന്റെ മേശയിലും പൂരങ്ങളുടെ മേശയിലും പങ്കാളികൾ അരുത്. ഇതാ പ്രമാണമാണ്. ഞാന് ഇതെല്ലാം ഇനി പറയണമെങ്കിൽ ഒരു 2 മണിക്കൂർ കൂടെ വേണം. ഇപ്പൊ തന്നെ പരുവക്കേടായി പലരും. ചപ്പാത്തി അടിക്കേണ്ട സമയമായി. അതുകൊണ്ട് ചെന്നേച്ച് ഇനി അത് കഴിച്ചേച്ച് ഇതെല്ലാം ഓർത്തങ്ങ് പ്രാർത്ഥിച്ച് കിടക്ക. നീ ജീവിച്ചിരിക്കണം. സകല എണ്ണവും ജീവിച്ചിരിക്കണം. ജീവൻ തരാൻ കഴിവുള്ളവനാ യേശു. ആ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട കാര്യമാണ്: 1 രക്ഷിക്കപ്പെടണം, എന്നേക്കും ജീവിച്ചിരിക്കാൻ. 2 സ്നാനപ്പെടണം. 3 അഭിഷേകം പ്രാപിക്കണം. 4 വേർപാട് പാലിക്കണം. ഈ വിധത്തിൽ മുൻപോട്ട് പോയാൽ എന്നേക്കും കർത്താവിനോട് കൂടെ ജീവിച്ചിരിക്കാം. പൗലോസ് അങ്ങനെ പറഞ്ഞ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം, എന്നിട്ട് അതിന്റെ മേളിൽ പറയുകയാ, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിന്റെ കൂടെയാ.
ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി യുഗായുഗങ്ങൾ നമ്മുടെ കർത്താവിനോട് കൂടെ വാഴുവാൻ ആമേൻ ദൈവം ഇടയാക്കേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചാട്ടെ.